ജോബിച്ച പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓക്കെ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സ്നേഹമുള്ള ആന്റണി തട്ടാശ്ശേരിയച്ച, പ്രിയ സഹോദരി ജോബിയച്ച, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ കോഴ്സ്, തിയോളജി കോഴ്സിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. നമുക്ക് ഇന്ന് നമ്മൾ വലിയ ഒരു ഭാഗ്യം അനുഭവിക്കാൻ പോകുന്നത് തട്ടാശ്ശേരിൽ ആന്റണി അച്ഛനെ കേൾക്കുക എന്നുള്ളതാണ്. അച്ഛന് ചങ്ങനാശ്ശേരി അതിരൂപതാംഗമാണ്, വൈശ്യഭാഗമാണ് ഇടവക. റോമിൽ നിന്ന് തിയോളജിക്കൽ ആന്ത്രപ്പോളജി, ദൈവശാസ്ത്രത്തിൽ ഇന്നിപ്പോ നിങ്ങൾ കേൾക്കാൻ പോകുന്ന വിഷയത്തിൽ തന്നെ ഉപരിപഠനം നടത്തി പ്രശംസനീയമാമിതം ഡോക്ടറേറ്റ് എടുത്ത് തിരിച്ചു വന്ന് വടവാതൂരും ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരിയില് ഏതാനും വർഷങ്ങളായിട്ട് അവിടെ പെർമനന്റ് സ്റ്റാഫാണ്, വടവാതൂരെ സ്റ്റാഫുമാണ്. അപ്പൊ ഞങ്ങള് വലിയ സുഹൃത്തുക്കളാണ്. അച്ഛൻ ഇന്ന് നമ്മളോട് സംസാരിക്കും. 7:30 വരെയുള്ള സമയം അച്ഛന് ക്ലാസ് എടുക്കും. അച്ഛന് എപ്പോഴാണ് ചോദ്യം ചോദിക്കേണ്ടത് എന്നൊക്കെയുള്ളത് അച്ഛൻ തന്നെ പറയും. അപ്പൊ ആ സമയത്ത് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കുക, അല്ലാത്ത സമയത്ത് മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുക, മൈക്രോഫോണ്. വീഡിയോ ഓൺ ചെയ്യാൻ സാധിക്കുന്നത് നല്ലതായിരുന്നു, കാരണം അല്ലെങ്കിൽ അറിയാമല്ലോ അതിന്റെ വിഷമം. അതുകൊണ്ട് നിങ്ങളുടെ പ്രസന്ന മുഖം കാണുന്നത് സന്തോഷമാണ്. അതുകൊണ്ട് സാധിക്കുന്നവർ വീഡിയോ ഓൺ ചെയ്യുകയും ചെയ്യുക. ആന്റണി അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല സമയം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള ആൻഡ്രൂസ് അച്ഛ, പ്രിയമുള്ള ജോബി അച്ഛ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് അച്ഛൻ പറഞ്ഞ നല്ല സ്വാഗതം നിറഞ്ഞ വാക്കുകൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ഛനെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പല പരിശ്രമങ്ങൾക്കും, രചനകളുടെ പരിശ്രമങ്ങൾക്കും ഞാനും ഭാഗഭാഗത്വം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ വലിയ സ്നേഹത്തിന്, അച്ഛൻ്റെ വലിയ ശുശ്രൂഷയ്ക്കൊക്കെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർത്തുകൊണ്ട് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ ഒരു ക്ലാസ് സത്യം പറഞ്ഞാൽ 1 വർഷം മുമ്പ് തന്നെ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു എത്രയോ തീഷ്ണതയോടെയാണ് ഈ ക്ലാസ്സിനെയൊക്കെ നിങ്ങൾ സമീപിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയം അതിൽ തന്നെ വളരെ ശ്രദ്ധേയമാണ്. എനിക്ക് സന്തോഷം, ഞാൻ പഠിച്ച വിഷയം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ അതിൽ തന്നെ ക്ലാസ് എടുക്കാൻ സാധിക്കുന്നത് വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നുകയാണ്. നോട്ട് ഞാൻ തയ്യാറാക്കി അച്ഛന്, പൊന്നമ്പരിക്കൽ അച്ഛന് അയച്ചു കൊടുത്തിരുന്നു. അത് നിങ്ങൾക്ക് ഇതിനോടകം കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നോട്ടിനെ ഒരറിയാം, ദൈവശാസ്ത്രപരമായ ഒരു കാര്യത്തെ അത് സിമ്പിൾ മലയാളത്തിലേക്ക് ആക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും പരിമിതികളും ഒക്കെ ആ നോട്ടിന്റെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഖേദത്തോടുകൂടി തന്നെ നിങ്ങളോട് ഏറ്റുപറയുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അല്പം കൂടെ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും തുടക്കത്തിൽ തന്നെ പദസൂചിക എന്നും പറഞ്ഞ് ഈ നോട്ടിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന മലയാളം വാക്കുകളുടെ തത്തുല്യമായ, ഏകദേശ തത്തുല്യമായ ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾക്ക് അവിടെ നൽകിയിരിക്കുന്നത്. അത് നിങ്ങളെ ഇച്ചിലൂടെ സഹായിക്കുമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വന്നാല്, നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാല് അഫ്രഹാത്തിന്റെ ദൈവശാസ്ത്ര മനുഷ്യ വിജ്ഞാനീയം എന്നാണ്. ഒരുപക്ഷെ ഈ ക്ലാസ്സിന് ഒരുങ്ങിയപ്പോ ഇവിടെ ഞാനും എന്നോടൊപ്പം തന്നെ ഇവിടെയുള്ള അച്ഛന്മാര് ഏറെ ചർച്ച നടത്തിയ ഒരു വിഷയം ഈ തിയോളജിക്കൽ ആന്ത്രോപോളജിക്ക് എങ്ങനെ ഒരു മലയാളം വാക്കുണ്ടാക്കാം എന്നുള്ളതായിരുന്നു. അതായിരുന്നു അനുഭവിച്ച ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. നോട്ട് തരണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഉണ്ടായ ആദ്യത്തെ ബുദ്ധിമുട്ടായിരുന്നു. സാധാരണ ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ക്രിസ്തു വിജ്ഞാനിയും എന്ന് നമുക്ക് പറയാം, മിശിഹ വിജ്ഞാനിയും നമുക്ക് ഇവിടെ പറയാം.
എക്ലേസിയോളജി പോലെ സഭാവിജ്ഞാനീയം എന്ന് പറയാം. പക്ഷേ ഈ തിയോളജിക്കൽ ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ രണ്ട് ശാസ്ത്ര ശാഖകളെ, ദൈവശാസ്ത്ര ശാഖകളെ നമ്മൾ ഒരുമിച്ച് ചേർക്കുകയാണ്. അതുകൊണ്ട് ഈ നോട്ടിന്റെ ഉള്ളിലും ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവശാസ്ത്ര മനുഷ്യവിജ്ഞാനീയം എന്നുള്ള വാക്കാണ്. ഞാൻ തിയോളജിക്കൽ ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇത് മാറി തിയോളജിക്കൽ ആന്ത്രോപോളജിയും ദൈവശാസ്ത്ര മനുഷ്യവിജ്ഞാനീയം എന്നൊക്കെ രണ്ട് തരത്തിലും ഒരുപക്ഷെ ഈ ക്ലാസ്സിനിടയ്ക്ക് ഉപയോഗിച്ചെന്നിരിക്കാം. നിങ്ങൾ സ്നേഹപൂർവ്വം അതിനോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ക്ലാസ് നേരത്തെ അച്ഛനോട് അറിയിച്ചിരുന്ന പോലെ 7:30 വരെയാണെന്നാണ്. ഒരുപക്ഷെ എനിക്കൊന്ന് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കുറിച്ചു വെക്കുക. 7:30 ആ ക്ലാസ് കഴിയുമ്പോൾ വേണേൽ നമുക്ക് സംശയങ്ങളെല്ലാം ഒരുമിച്ച് തീർക്കുന്നതായിരിക്കും എനിക്ക് ക്ലാസിന്റെ ഒരു സുഗമമായ ഒഴുക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ക്ലാസ്സിനിടയ്ക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ 7:30 ആവുമ്പോൾ എന്നോട് ചോദിച്ചാൽ മതിയാവും. നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ പറഞ്ഞ പോലെ പേർഷ്യൻ മുനിയായ അബ്രഹാത്തിന്റെ ദൈവശാസ്ത്ര മനുഷ്യവിജ്ഞാനം എന്നാണ്. തിയോളജിക്കൽ ആന്ത്രോപോളജിയാണ്, അല്ലെ മനുഷ്യനെ കുറിച്ചുള്ള ദർശനമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതിന് നമ്മൾ അബ്രഹാത്ത് എന്നുള്ള ആ സഭാപിതാവിനെയാണ് നമ്മൾ ഇതിനടിസ്ഥാനമാക്കി നമ്മൾ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പേരാണ് പേർഷ്യൻ മുനി, പേർഷ്യൻ സെയ്ജ് എന്നുള്ള ഒരു സർനെയിമും കൂടെ അദ്ദേഹത്തിന് പലപ്പോഴും കൊടുക്കാറുണ്ട്. ആദ്യമായിട്ട് ഈ വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ അഫ്രഹാത്ത് ആരാണെന്നും അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര ചിന്തകളുടെ പ്രത്യേകതകൾ എന്താണെന്നും ആമുഖമായിട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര വിജ്ഞാനീയ ചിന്തകളിലേക്ക് പ്രത്യേകമായിട്ട് കടന്നു വരാം എന്ന് വിചാരിക്കുകയാണ്. ഒരുപക്ഷെ അഫ്രഹാത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അതിനേക്കാൾ ഉപരി എഫ്രൈമിനെ നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവും. എഫ്രൈമിന്റെ സമകാലികനായിരുന്നു എന്ന് വിശ്വസിക്കുന്നയാളാണ് പേർഷ്യൻ മുനിയായ അഫ്രഹാത്ത്. അദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ചോ ജനന സാഹചര്യങ്ങളെ കുറിച്ചോ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചോ നമുക്ക് കൃത്യമായ റെക്കോർഡഡ് ആയിട്ടുള്ള അറിവുകൾ ഒന്നും ഇല്ല. എങ്കിലും അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ കൃതിയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ കൃതി എന്ന് പറയുന്നത് 23 ഡെമോൺസ്ട്രേഷൻസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതിനെ സുറിയാനി പദം നമ്മൾ തഹ്വീസ എന്ന് പറയും. അതിന്റെ മലയാളം അത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അത് ഒരു പ്രഭാഷണം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വിശദീകരണം, ഡെമോൺസ്ട്രേഷൻ എന്നാണ് സാധാരണഗതിയിൽ ദൈവശാസ്ത്രജ്ഞര് അതിനെ ഇംഗ്ലീഷിൽ അതിനെ പരിഭാഷപ്പെടുത്തുന്നത്. അപ്പൊ ഒരു വിശദീകരണം എന്ന് വേണേ നമുക്ക് പറയാം. ആകെ 23 എണ്ണമാണ് അദ്ദേഹത്തിന്റെ തഹ്വീസകൾ ഉള്ളത്. ഈ തഹ്വീസകൾ എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സുറിയാനി ആൽഫബറ്റുകളുടെ ക്രമത്തിൽ തന്നെയാണ്. ആലഫ് ബേസ് കാമൽദാൻ. അപ്പൊ അതേ ബേസിൽ തന്നെയാണ് ആദ്യത്തെ 22 എണ്ണം ആലഫ് ബേസ് തൊട്ട് 22 അക്ഷരങ്ങളെ സൂചിപ്പിക്കുന്ന നമ്മുടെ ഡെമോൺസ്ട്രേഷനുകൾ. അത് ഇനി ഒരെണ്ണവും കൂടെ ഉണ്ടല്ലോ, 23 എണ്ണം ഉണ്ട്. അപ്പൊ 23ാമത്തെ വീണ്ടും ആലഫിലാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു സുറിയാനി ആൽഫബറ്റിന്റെ മാതൃകയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ 23 തഹ്വീസകളും അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇനി അഫ്രഹാത്ത് ആരാണ് എന്നതിനെ കുറിച്ച് പണ്ഡിതരുടെ ഇടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പേർഷ്യൻ മുനിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പേഗൻ മതത്തിൽ നിന്ന് മാതാപിതാക്കള് കൺവേർട്ട് ചെയ്തു. ആ മാതാപിതാക്കൾക്ക് ജനിച്ച ആളാണ് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം അറിയപ്പെടുന്നത്. പേർഷ്യൻ നെയ്മിലെ ഫർഹദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതിനർത്ഥം വൈസ് എന്നുള്ള അർത്ഥമാണ്. വൈസ് അതായത് വിജ്ഞാനി എന്നുള്ള ഒരർത്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം വരുന്നത്. അദ്ദേഹത്തെ കുറിച്ചുള്ള മറ്റൊരു അറിവ് നമുക്ക് ലഭിക്കുന്ന അദ്ദേഹത്തിന്റെ അതിന്റെ കൃതിയായ തഹ്വീസയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റാറ്റസ് എന്തായിരുന്നു, അദ്ദേഹം ആരായിരുന്നു? സുറിയാനി പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട അദ്ദേഹം ബിഷപ്പ് ആയിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. പിന്നെ ഒരു ദേറായുടെ ഭരണകർത്താവായിരുന്നു എന്ന്, മാർ മത്തായി ദേറായിയുടെ ഭരണകർത്താവായിരുന്നു എന്ന് സുറിയയിലെ മാർ മത്തായി ദേറായുടെ നടത്തിപ്പുകാരനായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അദ്ദേഹം ഒരു ബിഷപ്പ് ആയിരുന്നു എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തുമാത്രം ശരിയാണ് എന്നതിനെ കുറിച്ച് ഇനിയും നമ്മൾ പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. എങ്കിലും ഉറപ്പായ ഒരു കാര്യം നമുക്ക് പറയാവുന്നത് അദ്ദേഹത്തിന്റെ ഈ 23 തഹ്വീസകളിൽ നിന്ന് അദ്ദേഹം ആരാണ് എന്നൊരു ചെറിയ സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന സൂചന അനുസരിച്ച് അദ്ദേഹം ആ കാലഘട്ടത്തിലെ
സുറിയാനി സഭയിലെ സന്യാസ സമൂഹം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഉടമ്പടിയുടെ മക്കൾ, ബെനൈ ക്യാമ, ഉടമ്പടിയുടെ മക്കൾ എന്ന ആ സന്യാസ സമൂഹത്തിന്റെ അംഗമായിരുന്നു എന്ന് പറയാറുണ്ട്. നമുക്കറിയാം സന്യാസം ഔദ്യോഗികമായിട്ട് 5th സെഞ്ചുറിയിൽ 5ാം നൂറ്റാണ്ടിലാണ് ഈജിപ്തിൽ ആരംഭിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഒരു ആദിമ രൂപം നമ്മുടെ സുറിയാനി സഭകളിൽ നിലവിലിരുന്നു. അതിനെയാണ് ഉടമ്പടിയുടെ മക്കൾ എന്ന് നമ്മൾ ബെനൈ ക്യാമ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിലെ അംഗമായിരുന്നു എഫ്രേമും അഫ്രഹാത്തും എന്നൊക്കെ നമുക്ക്, പ്രത്യേകിച്ച് അഫ്രഹാത്തിലെ അംഗമായിരുന്ന അദ്ദേഹത്തിന്റെ കൃതികൾ പഠിക്കുമ്പോൾ, ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ, ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നു. ഇനി അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര രചനയുടെ പ്രത്യേകതകൾ ഒന്ന് പറയുകയാണെങ്കിൽ, അത് സുറിയാനി സഭാപിതാക്കന്മാർക്കെല്ലാം പൊതുവെ ഉള്ള പ്രത്യേകമായിട്ടുള്ള ആലങ്കാരിക ഭാഷ അല്ലെങ്കിൽ പ്രതീകാത്മക ഭാഷ, സിംബോളിക് തിയോളജിയാണ് ഈ അഫ്രഹാത്തും തന്റെ രചനകളിൽ ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ എഫ്രേം ഒത്തിരി എഴുതിയ ഒരാളാണ്, ഒത്തിരി എഴുതിയ ഒരു സഭാപിതാവാണ്. അദ്ദേഹത്തിൻ്റെതായ പദ്യങ്ങളുണ്ട്, ഗദ്യങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി അറിയപ്പെട്ട ഒരാളാണ് എഫ്രേം. പക്ഷെ അഫ്രഹാത്ത് അധികം അങ്ങനെ അറിയപ്പെട്ട തന്റെ കൃതികൾ കൊണ്ട് അറിയപ്പെട്ട ഒരാളല്ല. കാരണം അദ്ദേഹം ആകെ 23 എണ്ണമേ എഴുതിയിട്ടുള്ളൂ, 23 തഹ്വീസകളെ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹം അത് കൂടുതൽ ഗദ്യത്തിൽ തന്നെയാണ്, തഹ്വീസകളെല്ലാം തന്നെ ഗദ്യത്തിലാണ്, പദ്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ ഗദ്യ രൂപത്തിൽ എഴുതപ്പെട്ട ഈ തഹ്വീസകളിൽ കൂടുതലും നമ്മൾ പ്രതീകാത്മകങ്ങളായ ആലങ്കാരികമായ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മെറ്റഫേഴ്സ്, ഇമേജറി, രൂപകങ്ങള്, പ്രതീകങ്ങള് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ദൈവശാസ്ത്ര രീതിയാണ്. നമുക്കറിയാം നമ്മുടെ സുറിയാനി ദൈവശാസ്ത്ര രീതി എന്ന് പറയുന്നത് പാശ്ചാത്യ ദൈവശാസ്ത്ര രീതിയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. പാശ്ചാത്യ ദൈവശാസ്ത്ര രീതിയെ നമ്മൾ ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാറുണ്ട്. വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നു. എന്നാൽ സുറിയാനി ദൈവശാസ്ത്ര രീതി എന്ന് പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് രഹസ്യത്തെ ആരാധിക്കുന്നു. ഫെയ്ത്ത് അഡോറിങ് മിസ്റ്ററി എന്ന് നമ്മൾ പറയാറുണ്ട്. വിശ്വസിച്ചുകൊണ്ട് രഹസ്യത്തെ, രഹസ്യത്തെ നമ്മൾ ആരാധിക്കുന്നു. നമ്മൾ തിയോളജി ഇങ്ങനെ അധികം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ ലോജിക്കലായിട്ടൊക്കെ അവതരിപ്പിക്കുന്നു എന്നതിനപ്പുറം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മുമ്പിൽ അഗ്രാഹ്യമായ കാര്യങ്ങളെ ഓർത്ത് മനുഷ്യൻ ആരാധനയോടുകൂടി നിൽക്കുന്നു, തുപ്പുകയോടുകൂടി നമ്പരസ്ഥരായി നിൽക്കുന്നു. ദൈവമേ, നിന്റെ രഹസ്യങ്ങൾ എത്രയോ അഗ്രാഹ്യമാണ്, അതിനു മുമ്പിൽ മനുഷ്യന്റെ വിജ്ഞാനം കൊണ്ട് ഒന്നും ഞങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. നീ വെളിപ്പെടുത്തുന്നതല്ലാതെ മനുഷ്യരായി ഞങ്ങൾക്ക് ഒന്നും ഞങ്ങളുടെ ബുദ്ധി മുഖേന ആർജിച്ചെടുക്കാനായിട്ട്, മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നോർത്ത് ആരാധനയാകുന്ന ഭാഷയാണ് നമ്മുടെ ഈ ദൈവശാസ്ത്ര രീതിയിൽ നമ്മൾ അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സുറിയാനി സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്ര രീതി ഏതാണ് എന്ന് അല്പം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് രഹസ്യത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ് ദൈവശാസ്ത്ര രീതി എന്ന് പറയുന്നത്. ഇനി അഫ്രഹാത്തിന്റെ ദൈവശാസ്ത്രത്തിന്റെ, പ്രത്യേകിച്ച് ദൈവശാസ്ത്ര മനുഷ്യവിജ്ഞാനീയത്തിന്റെ, തിയോളജിക്കൽ ആന്ത്രോപോളജിയുടെ ഉറവിടം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, എവിടെ നിന്നാണ് അഫ്രഹാത്ത് ഇത് തന്റെ മനുഷ്യനെ കുറിച്ചുള്ള ദർശനം രൂപപ്പെടുത്തുന്നത്? ആകെ ഒരു സുറിയാനി പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹത്തിന് ആകെയുള്ള സോഴ്സ്, ഉറവിടം എന്ന് പറയുന്ന ബൈബിളാണ്. ഈ ബൈബിൾ എടുത്തു വെച്ച് ഇങ്ങനെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ ധ്യാനിക്കുകയാണ്. ആ ധ്യാനത്തിൽ നിന്ന് ഉരുവാകുന്ന വ്യാഖ്യാനങ്ങളാണ് ഈ അഫ്രഹാത്തിന്റെയൊക്കെ ഈ ദൈവശാസ്ത്രത്തിന് ആധാരമായിട്ട് നിലകൊള്ളും. നിങ്ങൾ മനസ്സിലാക്കണം, ഇവരൊക്കെ ഈ സുറിയാനി സഭാപിതാക്കന്മാരൊക്കെ എത്രയോ ശ്രേഷ്ഠരായിരുന്നു. ഈ അഫ്രഹാത്തിന്റെ ഈ 23 തഹ്വീസകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തോരം കൊട്ടേഷൻസ്, ബൈബിൾ കൊട്ടേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ അദ്ദേഹം ഓർമ്മയിൽ നിന്ന് കോട്ട് ചെയ്യുന്ന, അതുകൊണ്ട് തത്തുല്യമായിട്ട് അതേപടി നമ്മളിപ്പോൾ ബൈബിളിൽ നോക്കിയ അദ്ദേഹത്തിന്റെ കൊട്ടേഷൻസ് എല്ലാം അതേപടി ഒരുപക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ബൈബിളിൽ കാണാൻ സാധിക്കില്ല. ബൈബിൾ വായിച്ചതിന് ശേഷം അത് ഓർമ്മയിൽ നിന്നാണ് അദ്ദേഹം കൂടുതലും തന്റെ ഈ തഹ്വീസുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതെന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ സുറിയാനി ബൈബിളായിരുന്നു. ദാസിയാന്റെ തിയാത്തസ്ട്രോണും ബഷീത്ത തുടങ്ങിയ ബൈബിളിനെ ബേസ് ആധാരം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഈ ദൈവശാസ്ത്ര രീതിക്ക് ഉറവിടമായിട്ടുള്ള ഈ ബൈബിളിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബൈബിൾ എടുത്തു വെക്കുന്നു, അത് വായിക്കുന്നു, അതിനെ ധ്യാനിക്കുന്നു. അപ്പോൾ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ലഭിക്കുന്ന വ്യാഖ്യാനങ്ങളാണ് അവരുടെയൊക്കെ ദൈവശാസ്ത്രമായിട്ട് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അഫ്രഹാത്തിന്റെ ഈ ദൈവശാസ്ത്ര രചനയുടെ ഏക ഉറവിടം എന്ന് പറയുന്നത് ബൈബിളാണെന്നും, എന്നാൽ ഇനി മറ്റൊരു സുറിയാനി പണ്ഡിതന്മാർ പറയുന്നത് ഇനി ആകപ്പാടി ഇനി അദ്ദേഹം ഓർമ്മ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ദിദസ്കാലിയ അപ്പസ്തലോരും എന്നുള്ള ഒരു കൃതിയും കൂടെ മാത്രമാണ് എന്നാണ് ഈ സുറിയാനി പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായം. ഇതൊക്കെയാണ് നമ്മൾ ആമുഖമായിട്ട് അഫ്രഹാത്ത് ആരാണ്,
അദ്ദേഹത്തിന്റെ രചനാ പശ്ചാത്തലം എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ രചനാ പശ്ചാത്തലത്തിന് ഉറവിടമായിരുന്ന ഉറവിടങ്ങൾ എന്തായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര മനുഷ്യവിജ്ഞാനീയത്തിലേക്ക്, തിയോളജിക്കൽ ആന്ത്രോപോളജിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ തിയോളജിക്കൽ ആന്ത്രോപോളജി എന്താണെന്ന് ആദ്യം ഒരു വാക്കിലൊന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ ദൈവശാസ്ത്ര മനുഷ്യവിജ്ഞാനീയത്തിലേക്ക്, മനുഷ്യനെ കുറിച്ചുള്ള ദർശനത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുക. നമുക്കറിയാം, തിയോളജിക്കൽ ആന്ത്രോപോളജി, ദൈവശാസ്ത്ര മനുഷ്യവിജ്ഞാനീയം പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. നിങ്ങൾ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലതരമുള്ള വ്യാഖ്യാനങ്ങൾ, നിർവചനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്കിലും നമ്മുടെ ഈ ഒരു കോഴ്സിന് ആധാരമായിട്ട് ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു നിർവചനമാണ് നമ്മൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ദൈവശാസ്ത്ര മനുഷ്യവിജ്ഞാനീയം, തിയോളജിക്കൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചും മനുഷ്യന്റെ പ്രകൃതത്തെക്കുറിച്ചും, മനുഷ്യന്റെ നേച്ചർ, മനുഷ്യന്റെ പ്രകൃതത്തെക്കുറിച്ചും മനുഷ്യന്റെ ആത്യന്തികമായ അന്ത്യത്തെക്കുറിച്ചും വിശ്വാസത്തിന്റെ വെളിപാടിന്റെ വെളിച്ചത്തിൽ പഠിക്കുന്നതിനെയാണ് നമ്മൾ തിയോളജിക്കൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഉത്ഭവം, മനുഷ്യന്റെ പ്രകൃതം, നേച്ചർ, മനുഷ്യന്റെ ഡെസ്റ്റിനി, മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം, ഇവയെ പഠിക്കുകയാണ്. മനുഷ്യവിജ്ഞാനീയങ്ങളെല്ലാം തന്നെ ഇവയാണ് പഠിക്കുന്നത്. ബാക്കി മനുഷ്യവിജ്ഞാനീയങ്ങളുണ്ടല്ലോ അല്ലെ, നമ്മൾ പുറത്തുള്ള കൾച്ചറൽ ആന്ത്രോപോളജി ഉണ്ട്, സോഷ്യൽ ആന്ത്രോപോളജി ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി ഉണ്ട്, ഭാഷാപരമായ മനുഷ്യവിജ്ഞാനീയമുണ്ട്. അപ്പൊ അവയൊക്കെ എങ്ങനെയാണ് മനുഷ്യനെ പഠിക്കുന്നത്? അത് ആ സയന്റിഫിക് ആയിട്ട് അവയെല്ലാം പഠിക്കാൻ, മനുഷ്യനെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ ദൈവശാസ്ത്ര വിഷയമായതുകൊണ്ട് നമ്മൾ ഇതിനെ എന്താണ്, വിശ്വാസത്തിന്റെയും വെളിപാടിന്റെയും വെളിച്ചത്തിലാണ് മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഈ വിശ്വാസത്തിന്റെയും വെളിപാടിന്റെയും പശ്ചാത്തലത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് വെളിപാടിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്? മനുഷ്യനായ ഈശോമിശിഹായുടെ മനുഷ്യാവതാരം. അപ്പൊ അവത്തിൽ കേന്ദ്രീകൃതമായി, ഈ ഇൻകാർണേഷനിൽ കേന്ദ്രീകൃതമായി നമ്മൾ വിശ്വാസത്തിന്റെയും വെളിപാടിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യനെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഈ തിയോളജിക്കൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത്. ഇതാണ് തിയോളജിക്കൽ ആന്ത്രോപോളജിയുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജനറൽ നിർവചനം എന്ന് പറയുന്നത്, ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇനി അഫർഹാത്തിന്റെ ഈ ദൈവശാസ്ത്ര മനുഷ്യവിജ്ഞാനീയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ മനുഷ്യന്റെ ഉത്ഭവം, മനുഷ്യന്റെ പ്രകൃതം, നേച്ചർ, ഒറിജിൻ, നേച്ചർ ആൻഡ് ഡെസ്റ്റിനി, ആത്യന്തികമായ ലക്ഷ്യം, ഇവയെ നമ്മൾ ഒരു മൂന്നായിട്ടൊന്ന് തരംതിരിക്കുകയാണ്. ഒന്ന് മനുഷ്യന്റെ പൂർവ്വ അസ്തിത്വം, പ്രീ എക്സിസ്റ്റൻസ് ഓഫ് മാൻ. മനുഷ്യന്റെ ഭൗമിക അസ്തിത്വം, എർത്തിലി എക്സിസ്റ്റൻസ് ഓഫ് മാൻ. മനുഷ്യന്റെ യുഗാന്ത്യ അസ്തിത്വം, മനുഷ്യന്റെ എസ്കറ്റോളജിക്കൽ എക്സിസ്റ്റൻസ്. അപ്പം സഭാപിതാവായ അഫ്രഹാത്തിന്റെ ഈ മനുഷ്യ ദർശനത്തെ നമ്മൾ ഇങ്ങനെ ഒരു 3 ശ്രേണിയിൽ അവതരിപ്പിക്കാനായിട്ട്, നിങ്ങൾക്ക് ഇച്ചിരൂടെ മനസ്സിലാകാൻ വേണ്ടി, ക്ലിയർ ആകാൻ വേണ്ടി അങ്ങനെ 3 ശ്രേണിയിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അഫ്രഹാത്തിന്റെ ഒരേ ഒരു കൃതി എന്ന് പറയുന്നത് ഈ തക്വീസകളാണ്. 23 തക്വീസകളിലും മനുഷ്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെതറിക്കിടക്കുകയാണ്. ഒത്തിരിയുണ്ട്. 23 ഡെമോൺസ്ട്രേഷനെ ഒരുമിച്ച് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതിങ്ങനെ ചെതറിക്കിടക്കുകയാണ് മനുഷ്യനെ കുറിച്ചുള്ള ചിന്താഗതികൾ. ഓരോ പല ഡെമോൺസ്ട്രേഷനുകളിലും പലതരത്തിലാണ് അഫ്രഹാത്ത് ഈ മനുഷ്യ ദർശനങ്ങൾ അവതരിപ്പിക്കുന്നത്. എങ്കിലും നമ്മൾ ഈ ഒരു കോഴ്സിന് ആധാരമായിട്ട് നമ്മൾ ഒരൊറ്റ ടെസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ മനുഷ്യ ദർശനം അവിടെ അവതരിപ്പിക്കുന്നത്. അത് തഹ്വീസ 17:7 എന്നുള്ള 7ാം പാരഗ്രാഫ് എന്ന് പറയും. അത് ആദത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് വിവരിക്കുന്ന തഹ്വീസ 17ാം നമ്പർ 7ാം പാരഗ്രാഫിനെ അധികരിച്ചാണ് നമ്മൾ ഈ കോഴ്സിന്റെ ഈ മനുഷ്യ ദർശനം അവതരിപ്പിക്കുന്നത്. അതിനെ ബേസ് ആയി, അതിനെ കേന്ദ്രമായിട്ട് എടുത്തുകൊണ്ട് മറ്റുള്ള ചില തഹ്വീസുകളിലും പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യ ദർശനത്തെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുക മാത്രമാണ് നമ്മൾ ഇതിനുള്ളിൽ, നമ്മുടെ ഈ കോഴ്സിനുള്ളിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മനുഷ്യ ദർശനത്തിലേക്ക് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ 23 ഈ തക്വീസകളെ, ഒരു കാര്യം കൂടെ, ഈ 23 തക്വീസകളെ 2 തരത്തില് സുറിയാനി പണ്ഡിതന്മാർ തിരിക്കാറുണ്ട് ജനറൽ ആയിട്ട്. ഒന്ന്, ആദ്യത്തെ 10 എണ്ണത്തെ ഉപദേശപരം എന്ന് പറയും, ഡിഡാക്റ്റിക് എന്ന് പറയും, ഉപദേശങ്ങൾ കൊടുക്കുന്നത്. വിശ്വാസത്തെ സംബന്ധിച്ചുള്ള പല ഉപദേശങ്ങളാണ്. അപ്പൊ വിശ്വാസത്തെ കുറിച്ചുള്ള ആദ്യത്തെ തക്വീസയുണ്ട്, പ്രയറിനെ കുറിച്ചുള്ള, പ്രാർത്ഥനയെ കുറിച്ചുള്ളതുണ്ട്, ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള മനോഹരമായ ഡെമോൺസ്ട്രേഷനുകളാണ് ആദ്യത്തെ 10 എണ്ണം. അത് ഒരു വിശ്വാസത്തെ സംബന്ധിച്ചുള്ള പല ഉപദേശങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് 10 എണ്ണം, രണ്ടാമത്തെ 10 എണ്ണത്തെ നമ്മൾ വിശ്വാസ സമർത്ഥനപരം എന്ന് പറയും, അപ്പോളജറ്റിക്. അപ്പൊ അദ്ദേഹം
അദ്ദേഹത്തിനോടൊരു സുഹൃത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന രീതിയിലുള്ള വിശ്വാസ സമർത്ഥനപരമായിട്ടുള്ള ആ തഹ്വീസകളാണ് ഈ രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്ന 10 12 സോറി 10 അല്ല 12. ഇനി മൂന്നാമത്തെ 23-ാമത്തെ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ഈ ആദ്യത്തെ 2 ഗണങ്ങളും എഴുതിയതിനു ശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. ഇതിന്റെ പ്രതിപാദന വിഷയം 23-ാമത്തെ ഡെമോൺസ്ട്രേഷന്റെ പ്രതിപാദന വിഷയം എന്ന് പറയുന്നത് രക്ഷാകര ചരിത്രത്തിന്റെ വികസനവും തുടർച്ചയുമാണ് എന്നുള്ളതാണ്. ഇനി അബ്രഹാത്തിന്റെ ദൈവശാസ്ത്ര മനുഷ്യവിജ്ഞാനീയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്ത് പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത് എഴുതുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാലേ അദ്ദേഹത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ള ദർശനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അബ്രഹാത്തിന്റെ കാലഘട്ടത്തിലെ 2 പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം തന്നെ മനുഷ്യനെ കുറിച്ചുള്ള ദൈവശാസ്ത്ര ദർശനം അവതരിപ്പിക്കും. 1 മതപീഡനം, 2 മാനസിക പീഡനം. എന്താണ് ഈ മതപീഡനം എന്നുള്ള പശ്ചാത്തലം? നമുക്കറിയാം അഫ്രഹാത്തിന്റെ കാലഘട്ടം പേർഷ്യൻ സാമ്രാജ്യത്തിലാണ് അഫ്രഹാത്ത് ജീവിക്കുന്നത്. ഇന്നത്തെ സിറിയ ഉൾപ്പെടുന്ന ഇറാൻ, ഇറാഖ്, സിറിയ ഉൾപ്പെടുന്ന പ്രദേശത്ത് ടർക്കി ഇതൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യം 2 പ്രബല രാജ്യങ്ങളായിരുന്നല്ലോ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിലാണ് നമ്മുടെ അഫ്രഹാത്ത് ജീവിക്കുന്നത്. അപ്പോ അന്നത്തെ ചക്രവർത്തിയായിരുന്ന അഫ്രഹാത്തിന്റെ കാലഘട്ടത്തിലെ സ്വരവാസ്ട്രിയൻ ചക്രവർത്തിയായിരുന്ന ഷാപ്പൂർ രണ്ടാമൻ അദ്ദേഹം ഈ ക്രിസ്ത്യാനികളെ വല്ലാതെ പീഡിപ്പിക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ബിഷപ്സിനെ കൊല്ലുമായിരുന്നു, നമ്മുടെ ക്രിസ്ത്യൻ ലീഡേഴ്സിനെ അദ്ദേഹം തലവെട്ടുമായിരുന്നു, ക്രിസ്ത്യാനികളുടെ തലവെട്ടുമായിരുന്നു, അവർക്ക് അമിത ചുങ്കം ചുമത്തുമായിരുന്നു. അങ്ങനെ വളരെ ക്രൂരമായ ഒരു പീഡനം, നമ്മുടെ മതപീഡനത്തിന്റെ കാലഘട്ടത്തിലാണ് അബ്രഹാത്ത് ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ മനുഷ്യനെ കുറിച്ചുള്ള ദർശനം രൂപപ്പെടുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഈ മതപീഡനം. ഇങ്ങനെ മതപീഡന കാലഘട്ടത്തിൽ വളരെ നിരാശരായി തീർന്ന ക്രിസ്ത്യാനികൾ, കാരണം നിങ്ങൾക്കറിയാം ക്രിസ്ത്യാനിറ്റി അങ്ങോട്ട് രൂപപ്പെടുന്നതേ ഉള്ളൂ അല്ലെ. ഈശോയ്ക്ക് ശേഷം 2, 3, 4 നൂറ്റാണ്ടുകളാണ്. അബ്രഹാത്ത് ജീവിക്കുന്ന 4-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ പതുക്കെ യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഇങ്ങനെ രൂപപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ യഹൂദ മതത്തിലായിരുന്നവരെല്ലാം ക്രിസ്ത്യാനിറ്റിയെ പുൽകി, ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ക്രിസ്ത്യാനിറ്റിയെ പുൽകി ഇങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു മതപീഡനവും കൂടെ വരുന്നത്. അപ്പൊ ഈ മതപീഡനത്തിൽ വളരെയേറെ ദുഃഖിതരായി നമ്മുടെ ക്രിസ്ത്യാനികൾ. കാരണം അവരുടെ സുഹൃത്തുക്കള് അവരുടെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ തലവെട്ടപ്പെടുന്നു, അവരുടെ നേതാക്കന്മാര്, അവരുടെ മെത്രാന്മാര് ഒക്കെ കൊല ചെയ്യപ്പെടുന്നു. അങ്ങനെ നിരാശയാക്കപ്പെട്ട അവരുടെ ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരുടെ എല്ലാം ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിരാശ കൊണ്ട ക്രിസ്ത്യാനികൾക്ക് പ്രതീക്ഷ നൽകുന്ന വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്റെ മനുഷ്യ ദർശനം അവതരിപ്പിക്കുക. അതാണ് ഈ മതപീഡന പശ്ചാത്തലം എന്ന് പറയുന്നത്. രണ്ടാമത്തത് മാനസിക പീഡനത്തിന്റെ ഒരു പശ്ചാത്തലം. അത് ആരാണ് നൽകുന്നത്? അത് കൂടെയുള്ള യഹൂദരാണ്. കാരണം ക്രിസ്ത്യാനികളായവര് യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായവരാണല്ലോ. അപ്പൊ അവരെ ഈ തല വെട്ടപ്പെടുന്നു, അവരുടെ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, അവരെ ഒത്തിരി പീഡിപ്പിക്കുന്നൊക്കെ കാണുമ്പോൾ ഈ യഹൂദ ആൾക്കാര് തങ്ങളുടെ മതത്തിൽ നിന്ന് പോയവരെ കളിയാക്കുമായിരുന്നു. ഏട്ടാ, നിങ്ങൾ എന്തിനാ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയത്? കണ്ടില്ലേ, നിന്നെ കർത്താവ് രക്ഷിക്കാൻ വരും, നിങ്ങളെ മിശിഹായെ അനുകരിക്കാൻ വേണ്ടി പോയവരല്ലേ, എന്നിട്ട് എന്തായി ഇപ്പോ? കാരണം നിങ്ങളെല്ലാം എന്തോരം കൊല ചെയ്യപ്പെടുന്നു, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും, ഞങ്ങളുടെ കൂടെ നിന്നാ പോരായിരുന്നോ, എന്തിനാ അവിടെ പോയി ചേർന്ന്? ഇങ്ങനെ മാനസികമായിട്ട് ഇവരെ പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതി വന്നു. അപ്പൊ ഈ മാനസികമായ പീഡനങ്ങൾക്ക് മുമ്പിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷ നഷ്ടപ്പെടും. ഒരു തരത്തിൽ ശാരീരികമായ പീഡനം, ഷാപ്പൂർ രണ്ടാമന്റെ ചക്രവർത്തിയുടെ മാനസികമായ പീഡനം, തങ്ങളുടെ കൂട്ടുകാരായ യഹൂദ മതത്തിലുള്ള ആൾക്കാരുടെ ഈ 2 പീഡനങ്ങൾക്ക് നടുവിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് പ്രതീക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്റെ ദൈവശാസ്ത്ര അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ചുള്ള ദർശനം അവതരിപ്പിക്കുന്നത്. ഇനി ഈ ദർശനം അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പ്രധാനപ്പെട്ട 3 തരങ്ങളിലാണ് മനുഷ്യന്റെ ഈ ദർശനം അവതരിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന്റെ ആദത്തിന്റെ പൂർവ്വ അസ്തിത്വം, മനുഷ്യന്റെ അല്ലെങ്കിൽ ആദത്തിന്റെ ഭൗമിക അസ്തിത്വം, മനുഷ്യന്റെ യുഗാന്ത്യ അസ്തിത്വം, സ്വർഗീയ അസ്തിത്വം. ഈ 3 തലങ്ങളിലാണ് ഈ അബ്രഹാത്തിന്റെ മനുഷ്യ ദർശനത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഈ ആദ്യമായിട്ട് ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് മനുഷ്യന്റെ അല്ലെങ്കിൽ ആദത്തിന്റെ പൂർവ്വ അസ്തിത്വത്തെ കുറിച്ചാണ്. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോഴാണ് അബ്രഹാത്ത് ഈ മനുഷ്യന്റെ പൂർവ്വ അസ്തിത്വത്തെ കുറിച്ച് അവതരിപ്പിക്കുന്നത്. അത് നമ്മൾ കണ്ടെത്തുന്നത് തഹ്വീസ 17-ാം നമ്പർ 7-ാം പാരഗ്രാഫിലാണ്. അവിടെ എന്താണ് അബ്രഹാത്ത് വിവരിക്കുന്നത്? ആദത്തിന്റെ സൃഷ്ടിയെ കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അബ്രഹാത്തിന് മുമ്പിലുള്ള ആകെ ഉറവിടം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾക്കറിയാം 2
സൃഷ്ടി വിവരണങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിലും രണ്ടാമത്തെ അധ്യായത്തിലും. അപ്പൊ ഈ രണ്ട് അഫ്രഹാത്ത് നോക്കുമ്പോൾ രണ്ട് സൃഷ്ടി വിവരണങ്ങളുണ്ട്. ഈ രണ്ട് സൃഷ്ടി വിവരണങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് അഫ്രഹാത്ത് വ്യാഖ്യാനിക്കുക. അപ്പൊ ഈ രണ്ട് സൃഷ്ടി വിവരണങ്ങളെ ഒരുമിച്ച് ചേർത്തുള്ള ഒരു വിവരണമാണ് അഫ്രഹാത്തിന്റെ ഈ 17-ാം തഹ്ലീസ 7-ാം നമ്പറിൽ നമ്മൾ കാണുന്നത്. അതിന്റെ ആ ആദത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചാണ് അവിടെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ആദത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ആ വ്യാഖ്യാനത്തെ അവിടെ ഒരു കൊട്ടേഷൻ ആയിട്ട് നിങ്ങളുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അബ്രഹാത്തിന്റെ വ്യാഖ്യാനം പോകുന്നത്. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ടുള്ള പദ്ധതി ഇട്ടപ്പോൾ ആദ്യം ആദത്തെ തന്റെ മനസ്സിൽ സൃഷ്ടിച്ചു. ആദം ദൈവത്തിന്റെ മനസ്സിൽ ഗർഭം ധരിച്ചു എന്ന് തന്നെയാണ് അബ്രഹാത്ത് പറയുന്നത്. വീണ്ടും ആദം ദൈവത്തിന്റെ ചിന്തയിലായിരിക്കെ തന്നെ ദൈവം തന്റെ വാക്കുകൾ കൊണ്ട് മറ്റു സൃഷ്ടികളെ എല്ലാം സൃഷ്ടിച്ചു. അപ്പോൾ തന്റെ സൃഷ്ടികർമ്മം പൂർത്തിയായപ്പോൾ ദൈവം ആദത്തിനെ കൈകൾ കൊണ്ട് മെനഞ്ഞ് അവന് ഭൗതിക രൂപം കൊടുക്കുന്നു. ഇതാണ് അബ്രഹാത്തിന്റെ ഒരു സൃഷ്ടിയെക്കുറിച്ചുള്ള, മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള വ്യാഖ്യാനം. അതായത് പ്രകാരം നമുക്ക് സംഗ്രഹിക്കാം. ആദം ആദ്യം ദൈവത്തിന്റെ മനസ്സിൽ ഗർഭം ധരിക്കപ്പെട്ടു. ആദം ദൈവത്തിന്റെ മനസ്സിൽ വാസമുറപ്പിച്ചിരിക്കെ ദൈവം മറ്റു സൃഷ്ടികളെയെല്ലാം തന്റെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കുന്നു. മറ്റു സൃഷ്ടികളുടെ എല്ലാം സൃഷ്ടി പൂർത്തിയായപ്പോൾ ദൈവം ആദത്തെ കൈകൊണ്ട് മെനഞ്ഞ് സൃഷ്ടിക്കുന്നു. ഇതാണ് അബ്രഹാത്തിന്റെ ഈ ആദത്തെ കുറിച്ചുള്ള അല്ലെ മനുഷ്യ സൃഷ്ടിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം. എന്താണ് ദൈവം ആദത്തെ മനസ്സിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നതോടെ അബ്രഹാത്ത് ഉദ്ദേശിക്കുന്നത്? ഒരേ സമയം ആദം ആദ്യത്തെയും അവസാനത്തേതുമായ സൃഷ്ടി ആണെന്നുള്ളതാണ്. എങ്ങനെയാണ് ആദം ആദ്യത്തെ സൃഷ്ടിയായിട്ട് മാറുന്നത്? കാരണം ദൈവം ആദത്തെ തന്റെ മനസ്സിൽ ആദ്യം സൃഷ്ടിച്ചു. പിന്നെ എങ്ങനെയാണ് ആദം അവസാനത്തെ സൃഷ്ടിയായിട്ട് മാറുന്നത്? എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവം ആദത്തെ അവസാനത്തെ. അങ്ങനെ നോക്കുമ്പോൾ ആദം ഒരേ സമയം ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടിയും അവസാനത്തെ സൃഷ്ടിയുമാണ്. ഇങ്ങനെയുള്ള ഒരു സൃഷ്ടി വ്യാഖ്യാനം അബ്രഹാത്ത് കൊടുക്കാനായിട്ട് കാരണമായ ഒരു പെട്ടെന്നുള്ള ഒരു പശ്ചാത്തലമുണ്ട്, ഒരു ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആദത്തെക്കുറിച്ച് സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം അബ്രഹാത്ത് കൊടുക്കുന്നത്? അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഒരു ചോദ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സുഹൃത്ത് വന്ന് അബ്രഹാത്തിനോട് ചോദിക്കുകയാണ്, എടാ എന്റെ കൂടെയുള്ള യഹൂദര് നിരന്തരം ചോദ്യം ചോദിച്ച് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. അപ്പൊ യഹൂദർ അപ്പൊ അബ്രഹാത്ത് ചോദിച്ചു എന്ത് ചോദ്യം അവർ ചോദിക്കുന്നത്? അപ്പൊ അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അതിന്റെ കണ്ടന്റ് അല്ലെ അതിന്റെ ഉള്ളടക്കം എന്താണ്? ക്രിസ്ത്യാനികൾ ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അതായത് ഈശോയാകുന്ന മനുഷ്യനെ ശുശ്രൂഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് ദൈവത്തിനൊരു പുത്രനില്ല. പക്ഷെ ദൈവത്തിനൊരു പുത്രൻ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഈശോയെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ക്രിസ്ത്യാനികളുടെ ഈ കാഴ്ചപ്പാട് നിയമാവർത്തനം 32-39 പുറപ്പാട് 34-14 വിവരിക്കുന്ന ഏക ദൈവ വിശ്വാസത്തിനെതിരാണ്. അപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്താ ചെയ്യുന്നത്? ഈ ഏക ദൈവ വിശ്വാസത്തിനെതിരായിട്ട് ദൈവത്തിന് പുത്രനുണ്ടെന്നും ഈ പുത്രനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, ഇത് ശരിയാണോ എന്ന് യഹൂദര് ഇങ്ങനെ ഒരു സുഹൃത്തിനോട്, അവരുടെ കൂടെയുള്ള അപ്പൊ ഇത് കേട്ട് വളരെ വിഷമം തോന്നിയ ഒരു സുഹൃത്ത് ഇത് ആരോടെങ്കിലും നല്ല അറിവുള്ളവരോട് ചോദിച്ചു വേണമല്ലോ ഇത് മനസ്സിലാക്കാൻ. അപ്പൊ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പേർഷ്യൻ മുനിയുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ അബ്രഹാത്തിന്റെ അരികിൽ വന്ന് അബ്രഹാത്തിനോട് ഇതേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് അബ്രഹാത്ത് ഈ ആദത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് വിവരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ആദം തന്നെ എടുക്കാൻ, ബൈബിളിൽ നിന്ന് ഒരു കഥാപാത്രത്തെ എടുത്ത് വ്യാഖ്യാനിക്കാം എന്ന് വിചാരിക്കുന്നത്? കാരണം ഒരേ സമയം ചോദിക്കുന്ന ചോദ്യം യഹൂദരാണ്, ക്രിസ്ത്യാനികളോട് ചോദിച്ച ചോദ്യമാണ്. ആ ക്രിസ്ത്യാനികൾ ഒരാൾ വന്നാണ് അബ്രഹാത്തിനോട് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ബൈബിൾ കഥാപാത്രമായ ആദത്തെ പിടിക്കാമെങ്കിൽ അല്ലെ ആദത്തെ തുടങ്ങാമെങ്കിൽ ഒരേ സമയം അത് യഹൂദർക്ക് മനസ്സിലാക്കാം. കാരണം അവരുടെ പഴയ നിയമഗ്രന്ഥത്തിലുണ്ടല്ലോ ആദമുണ്ടല്ലോ, ആ പഞ്ചഗ്രന്ഥിയുടെ അവരുടെ ഗ്രന്ഥത്തിന്റെ ഭാഗമാണല്ലോ. അപ്പോ ആദം എന്നുള്ള ബൈബിൾ കഥാപാത്രത്തെ എടുക്കാമെങ്കിൽ ഞാൻ ഉത്തരം പറയുമ്പോൾ അവർക്കും മനസ്സിലാകും, ക്രിസ്ത്യാനികൾക്കും മനസ്സിലാകും. ഈ രണ്ടു കൂട്ടർക്ക് ഒരേപോലെ മനസ്സിലാകണമെങ്കിൽ ബൈബിൾ കഥാപാത്രമായ ആദത്തെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാഖ്യാനം നടത്തിയാൽ ശരിയാകുമെന്നും അബ്രഹാത്ത് വിശ്വസിച്ചു. അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികൾക്ക് ഇച്ചിലൂടെ മനസ്സിലാകാൻ വേണ്ടി വിശുദ്ധ പൗലോസ്ലീഹായുടെ അതേ ദൈവശാസ്ത്ര തന്ത്രം, അതായത് ആദം ഈശോ മിശിഹ താരതമ്യം, അതും സാധിക്കും. ക്രിസ്ത്യാനികൾക്ക് ഇച്ചിലൂടെ കൂടുതൽ മനസ്സിലാകാൻ ഈ ആദം ഈശോ താരതമ്യം സഹായിക്കും. ഈ ആദം എന്നുള്ള ബൈബിൾ കഥാപാത്രം എടുത്താൽ യഹൂദർക്കും മനസ്സിലാകും, ക്രിസ്ത്യാനികൾക്കും ഒരേപോലെ മനസ്സിലാകും.
അപ്പൊ ഈ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ആദത്തെ ബൈബിൾ കഥാപാത്രമായ ആദത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ വ്യാഖ്യാനം നടത്തുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വ്യാഖ്യാനം ഇത്ര മാത്രമാണ്. ദൈവം ആദത്തെ തന്റെ മനസ്സിൽ ആദ്യം സൃഷ്ടിച്ചു, അതിനുശേഷം തന്റെ കൈകൾ കൊണ്ട് മെനഞ്ഞ് ഭൗതിക രൂപം കൊടുക്കും. ഇതിലൂടെ എന്താണ് അഫ്രഹാത്ത് ഉദ്ദേശിക്കുന്നത്? എന്ത് തരം മനുഷ്യ ദർശനമാണ് അഫ്രഹാത്ത് അവതരിപ്പിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനാണ്. അതുകൊണ്ട് നമ്മൾ ഒരു പുത്രത്തിന്റെ എല്ലാ ലാംഗ്വേജുകളാണ് ഉപയോഗിക്കുന്നത്, അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതായത് ദൈവം ആദത്തെ തന്റെ മനസ്സിൽ, ചിന്തയിൽ ആദ്യം ഗർഭം ധരിച്ചു എന്നുള്ള വാക്ക് തന്നെ, കൺസീവ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക്. ഒരേ സമയം ഇംഗ്ലീഷിലെ കൺസീവ് എന്നുള്ള പദം രണ്ട് കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കും. ഒന്നൊരു ചിന്ത രൂപപ്പെടുത്തുന്നത് നമ്മൾ കൺസീവ് എന്ന് പറയും, അല്ലെ? കൺസീവ് ആൻ ഐഡിയ, ഒരു ആശയത്തെ ഗർഭം ധരിക്കുക. പിന്നെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ഈ കൺസീവ് എന്നുള്ള പദമാണ്. സുറിയാനിയിൽ ഉപയോഗിച്ചത് ബഥൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുക. അതായത് ഒരേ സമയം ചിന്തയിൽ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ എക്സിസ്റ്റൻസ് ഓഫ്, ഒരു പൂർവ്വ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മനുഷ്യൻ ഒരു പുത്രനാണ്, ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ഒരു ചിന്ത. അപ്പൊ ഈ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ഒരു ചിന്ത വരുമ്പോ തന്നെ ഒരേ സമയം ദൈവത്തിന്റെ പുത്രൻ രണ്ടു പേരിലേക്ക് നമുക്ക് ഒരേ സമയം ഇത് ആരോപിക്കാം. ഒന്ന് വരാൻ പോകുന്ന, മനുഷ്യാവതാരം ചെയ്യാൻ പോകുന്ന ഈശോ മിശിഹ എന്നുള്ള ദൈവത്തിന്റെ പുത്രനിലേക്കും, അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ മനസ്സിൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായ ആദത്തിലേക്ക് ഒരേ സമയം ഈ ദൈവപുത്രൻ എന്നുള്ള വാക്കിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പുത്രത്വത്തെയും കൂടെ ചേർത്ത് അഫ്രഹാത്ത് ഒരൊറ്റ വാക്കിൽ ഒരുക്കുന്നുണ്ട്: സ്വർഗീയ ആദം. സ്വർഗീയ ആദം എന്നുള്ള വാക്ക് പുത്രനായ ഈശോ മിശിഹായെയും പുത്രനായ മനുഷ്യനെയും, ഇവർ രണ്ടുപേരുടെയും പുത്രത്വത്തിന് വ്യത്യാസം ഉണ്ടെന്ന് നമുക്കറിയാം, അല്ലെ? ഈശോയുടെ പുത്രത്വത്തിന്റെ പ്രത്യേകത എന്താ? അത് ദൈവത്തിന്റെ നേച്ചറിൽ, സത്തയിൽ ഒരേപോലെ ആകുന്ന പുത്രത്വമാണ്. പക്ഷെ മനുഷ്യന്റെ പുത്രത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കൃപയായിട്ട് നൽകപ്പെട്ട പുത്രത്വമാണ്. ഇതാണ് രണ്ടും വ്യത്യാസം. സ്വഭാവത്താലെ പുത്രനാണ് ഈശോ, നമുക്ക് എന്താണ്? ലഭിച്ച കൃപയാലാണ് നമ്മൾ പുത്രരായിട്ട് മാറുന്നത്. എന്നാൽ ഈ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ഒരു ചിന്ത ഇവർ രണ്ടുപേരിലേക്ക് ഒരുമിച്ച് ആരോപിക്കാൻ വേണ്ടി അഫ്രഹാത്ത് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ഈ സ്വർഗീയ ആദം എന്നുള്ള പദം. അപ്പോ ആദം ദൈവത്തിന്റെ മനസ്സിൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടു. അതിലൂടെ ആദത്തിന്, മനുഷ്യനൊരു പൂർവ്വ അസ്തിത്വം ഉണ്ടായി. ആ പൂർവ്വ അസ്തിത്വത്തിലൂടെ മനുഷ്യൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ഒരു ദർശനമാണ് അഫ്രഹാത്ത് നമുക്ക് ആദ്യമേ നൽകുന്നത്. ഇനി മനുഷ്യൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ളൊരു വ്യാഖ്യാനം അഫ്രഹാത്ത് ബൈബിളിന്റെ വെളിച്ചത്തിലാണ് നടത്തുന്നതെങ്കിലും ഈ ആധുനിക കാലഘട്ടത്തിൽ 2016-17 തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ പുറത്തേക്ക് വന്ന ചില പഠനങ്ങളില് അഫ്രഹാത്തിന്റെ ഈ ചിന്ത, മനുഷ്യൻ ദൈവപുത്രനാണ് എന്നുള്ള ഒരു ചിന്തയ്ക്ക് ആധാരമായി നിലകൊള്ളുന്ന അഫ്രഹാത്ത് ജീവിച്ചിരുന്ന സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ ചില ചിന്തകളും സ്വാധീനിച്ചിട്ടുണ്ടാവാം എന്നുള്ള ഒരു ഊഹം പലപ്പോഴും പണ്ഡിതന്മാര് പ്രകടിപ്പിക്കാറുണ്ട്. എന്തായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ ഒരു പ്രത്യേകത? മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ ഒരു മനുഷ്യദർശനം ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ അടിമയാണ് എന്നുള്ളതാണ്. സെർവന്റ് ഓഫ്, അല്ലെ ദൈവദാസനായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ. അപ്പോ ദൈവത്തിന്റെ ദാസനായിട്ട് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ഇവിടെ ജോലി ചെയ്യുക, ഈ നിലം കിളയ്ക്കുക, പച്ചക്കറികൾ ഇടുക, ഇനി ദേവാലയത്തിൽ ശുശ്രൂഷ നടത്തുക, വിഗ്രഹങ്ങളെ തൂത്ത് വൃത്തിയാക്കുക, അവയെ കുളിപ്പിക്കുക, അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വിഗ്രഹങ്ങളെയൊക്കെ ഇങ്ങനെ പ്രദക്ഷിണ സമയത്ത് കൊണ്ടു നടക്കുക. അങ്ങനെ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ദൈവദാസൻ, അല്ലെ ദൈവത്തിന്റെ അടിമയാണ് മനുഷ്യൻ എന്നുള്ള ഒരു പാസീവ്, ദൈവത്തിന് വേണ്ടി എപ്പോഴും അടിമയായിട്ട് ഇങ്ങനെ നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യൻ എന്നുള്ള, ദൈവത്തിന്റെ അടിമയാകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് മനുഷ്യൻ എന്നുള്ള ദർശനം ഈ അഫ്രഹാത്തിനെ സ്വാധീനിച്ചിട്ട്. എന്നിട്ട് അദ്ദേഹം ഇതേ ദർശനം അല്ല എടുക്കുന്നത്. അദ്ദേഹം എടുക്കുന്നു മനുഷ്യൻ ദൈവത്തിന്റെ അടിമയാണെന്നുള്ള ആ ഭാവത്തെ എടുത്തിട്ട് അദ്ദേഹം ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് നടത്തുകയാണ്. ദൈവം മനുഷ്യന് വേണ്ടി കിടന്ന് പണി ചെയ്യാനുള്ള, ജോലി ചെയ്യാനുള്ള അടിമയല്ല, മറിച്ച് മനുഷ്യൻ ദൈവത്തിന്റെ പുത്രനാണ്, സെർവന്റ് ഓഫ് ഗോഡ്. മനുഷ്യൻ സെർവന്റ് ഓഫ് ഗോഡ് ആണ് എന്നതിൽ നിന്ന് മനുഷ്യൻ സൺ ഓഫ് ഗോഡ് ആണ്.
ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ഒരു പരാവർത്തനം, ഒരു പുനർവ്യാഖ്യാനം അബ്രഹാത്ത് നൽകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ മനുഷ്യദർശനം എടുക്കുന്നെങ്കിൽ എന്നർത്ഥം അതിനകത്ത് അദ്ദേഹം അതിനെ ഒന്ന് മാംസ മുക്കി അല്ലെങ്കിൽ അതിന് ക്രിസ്ത്യൻ റീഡിങ് കൊടുക്കുകയാണ്, ഒരു ക്രിസ്തീയ വായന അദ്ദേഹം കൊടുക്കുകയാണ്. ഇനി മുതൽ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ചുമ്മാ കടന്ന് പണിയാൻ വേണ്ടിയുള്ള ആളല്ല, മറിച്ച് ദൈവത്തിന്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മഹനീയ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ളതാണ്. ഈ ദൈവത്തിന്റെ പുത്രൻ, സൺ ഓഫ് ബർ ദിൽ ആലാഹ എന്നുള്ളതിന് സുറിയാനിയിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ്, അത് ദൈവത്തിലുള്ള ഒരു പങ്കുചേരലിനെ കൂടെ സൂചിപ്പിക്കുന്ന ഒരു പദമാണിത്. ബർ ദി ആലാഹ എന്ന് പറയുന്നത്. ബർ ദ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ, സൺ ഓഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ദൈവത്തിൽ തന്നെ പങ്കുചേരുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പദവും കൂടിയാണെന്ന് സുറിയാനി പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പോ ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തില് മനുഷ്യൻ അടിമയാണെന്നുള്ള ഒരു ചിന്തയെടുത്തിട്ട് ഈ ആദത്തിന്റെ സൃഷ്ടിയിലൂടെ മനുഷ്യൻ ദൈവത്തിന്റെ പുത്രനാകുന്നു, ദൈവത്തിന്റെ ചിന്തയിൽ തന്നെ അവൻ സൃഷ്ടിക്കപ്പെട്ടു, അത്രയേറെ മഹനീയമാണ് മനുഷ്യന്റെ സൃഷ്ടി എന്ന് പറയുക. അങ്ങനെ ഈ ദൈവത്തിന്റെ മനസ്സ് സൃഷ്ടിക്കപ്പെട്ടതിലൂടെ ഒരു പൂർവാസ്തിത്വം കൈവന്ന മഹനീയ സൃഷ്ടിയാണ് മനുഷ്യൻ, അവൻ ദൈവപുത്രനാണ് എന്നുള്ള ഒരു ചിന്തയാണ് അബ്രഹാത്ത് ആദ്യമായിട്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു മനുഷ്യ ദർശനം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മനുഷ്യ ദർശനത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്, ഈ ആദത്തിനൊരു ഭൗമിക അസ്തിത്വം കൂടിയുണ്ട്. അപ്പൊ ആദ്യത്തെ ആദത്തെ സൂചിപ്പിക്കാൻ, അതായത് ദൈവത്തിന്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ട ആദത്തെ സൂചിപ്പിക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ച പദം സ്വർഗീയ ആദം എന്നുള്ള വാക്കായിരുന്നെങ്കിൽ, ഭൗമിക അസ്തിത്വം കിട്ടുന്ന ആദത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന പദം ഭൗമിക ആദം എന്നാണ്. ഈ ഭൗമിക ആദം എന്നുള്ള പദം അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ അതിന് രണ്ട് അർത്ഥധ്വനികളുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ ചിന്തയിൽ ആദ്യം വസിച്ച് പിന്നീട് ദൈവം തന്റെ കരവേലയാൽ ഭൗതിക രൂപം കൊടുക്കുന്ന മനുഷ്യന് ലഭിക്കുന്ന ഭൗതിക രൂപഘടനയെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ പദം ഉപയോഗിക്കാറുണ്ട്. അതായത് മനുഷ്യ നിലയിൽ എനിക്ക് ലഭിച്ച ആത്മശരീര രൂപഘടനയെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ ഭൗമിക ആദം എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യൻ ആത്മാവും ശരീരവുമുള്ള ഒരു സൃഷ്ടിയായിട്ട് മനുഷ്യൻ രൂപപ്പെടുന്നു എന്നതിന്. അതുകൊണ്ടാണ് ആദ്യം ചിന്തയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം തന്റെ കരങ്ങളാൽ മനഞ്ഞാണ് ഈ ഭൗതിക രൂപഘടന കൊടുക്കുന്നത്. ആത്മാവും ശരീരവുമുള്ള ഒരു വ്യക്തിയായിട്ട് മനുഷ്യൻ. അത് അബ്രഹാത്ത് പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ്: ദൈവം ആദാമിനെ തന്റെ ചിന്തയെ ജനിപ്പിച്ചതിന് ശേഷം അവനെ രൂപപ്പെടുത്തി, അവനിലേക്ക് തന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചു. നന്മ തിന്മകൾ വേർതിരിച്ചറിയാനും ദൈവമാണ് തന്നെ സൃഷ്ടിച്ചതെന്ന് അവൻ അറിയാനുമായിരുന്നു. ഈ ഒരു കൊട്ടേഷന്റെ ഉള്ളിൽ ഒരു വാക്കുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിച്ചാലാണ് എപ്രകാരമാണ് ചിന്തയിലായിരുന്ന മനുഷ്യനെ തന്റെ കരങ്ങളാൽ ദൈവം സൃഷ്ടിക്കുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്ക് മലയാളത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അതിന് ഇംഗ്ലീഷ് നമ്മൾ ഫോംഡ് എന്ന് പറയാം. പക്ഷെ അതിനുള്ള സുറിയാനി വാക്കിലാണ് അതിന്റെ മുഴുവൻ കാമ്പിരിക്കുന്നത്. ഗിബാൽ എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഗിബാൽ എന്നുള്ള വാക്ക് രൂപപ്പെടുത്തുക എന്നുള്ളതിന് പല വാക്കുകൾ നമുക്ക് ക്രിയേറ്റ് എന്ന് ഉപയോഗിക്കാം, ടു ഫോം എന്ന് ഉപയോഗിക്കാം, ടു ഷേപ്പ് എന്ന് ഉപയോഗിക്കാം. പക്ഷെ അദ്ദേഹം ഇവിടെ ഉപയോഗിക്കുന്ന സുറിയാനി വാക്ക് രൂപപ്പെടുത്തി എന്ന് മലയാളത്തിലേക്ക് നമുക്ക് തർജ്ജമ ചെയ്യാവുന്ന ഗിബാൽ എന്നുള്ള വാക്ക്. എന്താണ് ഈ സുറിയാനിയിലെ ഗിബാൽ എന്ന വാക്കിന്റെ അർത്ഥം? ഈ ഗിബാൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ റെഫറൻസ് ആയിട്ട് നിലകൊള്ളുന്നത് എപ്പോഴും മറ്റൊരു സ്വർഗീയ റിയാലിറ്റി ആയിരിക്കും. ഏതെങ്കിലും ഒരു സ്വർഗീയ യാഥാർത്ഥ്യത്തെ മുൻനിർത്തി ഒരു കാര്യത്തെ രൂപപ്പെടുത്തുന്നതിനാണ് ഈ ഗിബാൽ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത്. അപ്പൊ അബ്രഹാത്തിന്റെ ചിന്ത, മനുഷ്യദർശനം എന്താണ്? ദൈവം തന്റെ കൈകൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ രൂപപ്പെടുത്തലിന് ആധാരമായിട്ട് നിലകൊള്ളുന്ന ഒരു സ്വർഗീയ മാതൃകയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് വരാൻ പോകുന്ന രക്ഷണീയ കർമ്മത്തിൽ പങ്കെടുക്കാൻ പോകുന്ന പുത്രനായ ദൈവത്തെ മുൻനിർത്തിയാണ് ആദത്തെ ദൈവം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ഈ രൂപപ്പെടുത്തി എന്നുള്ള വാക്ക്. മുൻമാതൃകയായ, ആദി മാതൃകയായ, ആർക്കിടൈപ്പായ, ആദി മാതൃകയായ ഈശോയുടെ രൂപത്തിലും ഭാവത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുന്നത്, മനുഷ്യന് രൂപം കൊടുക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അതിനകത്തുണ്ട്. ഇനി ഈശോയെ മുൻനിർത്തി, ഈശോയെ മനസ്സിൽ, ഈശോയുടെ ഇമേജിനെ മുൻനിർത്തി, ഛായയെ മുൻനിർത്തിയാണ് മനുഷ്യന് രൂപം കൊടുക്കുന്നത് എന്നുള്ള ഒരു അതിഭൗതിക ചിന്തയോടൊപ്പം തന്നെ ഈ രൂപപ്പെടൽ നടക്കുന്നത് മനുഷ്യന്റെ ആത്മശരീര ഭൗതിക രൂപഘടനയിലുമാണ്. അപ്പൊ ഈശോയെ മുൻനിർത്തി മനുഷ്യന് ഒരു ഭൗതിക രൂപം കൊടുക്കുന്നതിനെയാണ് അബ്രഹാത്ത് ഗിബാൽ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആത്മശരീരങ്ങളോടെ ആദത്തിന് രൂപം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഗിബാൽ എന്നുള്ള
ദൈവിക ഛായയായ ഈശോയുടെ ഛായയെ മുൻനിർത്തി ആത്മശരീര രൂപഘടനയിൽ മനുഷ്യനെ, കാരണം ഈശോ മിശിഹായിലും ആത്മശരീരങ്ങളുടെ ഹിപ്പോസ്റ്റാറ്റിക് ദൈവ സ്വഭാവത്തിന്റെയും മനുഷ്യ സ്വഭാവത്തിന്റെയും ഒരു പൂർണ്ണ ഐക്യത്തെക്കുറിച്ച് നമ്മൾ മനുഷ്യാവതാരം സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ മനുഷ്യനിൽ ആത്മശരീര ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവം ആദത്തെ ഈശോ എന്ന ഛായയെ മുൻനിർത്തി ആദത്തിന് തന്റെ കരത്താൽ രൂപം കൊടുക്കുന്നു എന്നുള്ളതാണ് അഫ്രഹാത്ത് പറയും. ഇനി ഈ മണ്ണിൽ നിന്ന് ഈ മനുഷ്യൻ രൂപപ്പെടുത്തിയതിനു ശേഷം രണ്ടാമത്തെ ദൈവിക പ്രവൃത്തിയിലൂടെയാണ് ഈ മുൻ മാതൃകയായ ആദ്യ മാതൃകയായ ഈശോയുടെ രൂപത്തെ ഈ മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പദം, ദൈവം തന്റെ ആത്മാവിൽ നിന്ന് ആദത്തിലേക്ക് സന്നിവേശിപ്പിച്ചു. ദൈവം തന്റെ ആത്മാവിൽ നിന്ന്, ദൈവത്തിന്റെ ഒരു പോർഷൻ തന്നെയാണ്, ഒരു ഭാഗത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് മനുഷ്യൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ ഭാഗം തന്നെയാണ് മനുഷ്യൻ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു എന്നുള്ള ഒരു ചിന്തയാണ് അഫ്രഹാത്ത് സൂചി. അതിനുപയോഗിക്കുന്ന പദം മിൻ റൂഹ്, ഫ്രം ഹിസ് സ്പിരിറ്റ്, ഫ്രം ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവിൽ നിന്നൊരു ഭാഗം തന്നെ ദൈവം മനുഷ്യനിലേക്ക് നിശ്വസിപ്പിച്ച് അവനെ ആത്മശരീര ഭാവങ്ങളോട് കൂടിയ ഒരു ഭൗതിക രൂപഘടന കൊടുത്തു എന്നാണ് അഫ്രഹാത്ത് ഈ മനുഷ്യന്റെ ഭൗതിക അസ്തിത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയും. ഇനി ഈ ഭൗതിക അസ്തിത്വം എന്ന് പറഞ്ഞാൽ പാപത്തിന് മുമ്പുള്ള മനുഷ്യന്റെ പറുദീസവാസത്തെയും സൂചിപ്പിക്കാൻ ഈ മനുഷ്യന്റെ ഭൗതിക അസ്തിത്വം അല്ലെങ്കിൽ ഭൗമിക ആദം എന്നുള്ള വാക്കുകൊണ്ട് അഫ്രഹാത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി ഈ ഭൗമിക ആദം എന്നുള്ള വാക്കിന്റെ രണ്ടാമത്തെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, ആദ്യത്തെ അർത്ഥം എനിക്കിപ്പോ മനസ്സിലായി കാണും, ഈശോ മിശിഹായുടെ മാതൃകയിൽ ആത്മശരീരങ്ങളോടെ ഈശോ മിശിഹായെ മുൻനിർത്തി അല്ലെ ഈശോ മിശിഹായെ മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മശരീര ഭാവങ്ങളോടെ രൂപഘടനയിൽ സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യന്റെ പറുദീസ അസ്തിത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൗമിക ആദം എന്നുള്ള പദം നിലകൊള്ളുന്നത്. അതിന്റെ രണ്ടാമത്തെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാപത്തിന് ശേഷം പറുദീസ നഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ അധിവസിക്കപ്പെട്ട മനുഷ്യന്റെ അസ്തിത്വത്തെ സൂചിപ്പിക്കാനും ഈ ഭൗമിക ആദം എന്നുള്ള പദം അഫ്രഹാത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ പദം, ഒരു പ്രത്യേകമായ പദമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത്. അതായത് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഈ പറുദീസായാകുന്ന സാഹചര്യം നഷ്ടപ്പെട്ട് ഈ ലോകമാകുന്ന അല്ലെങ്കിൽ ഭൂമിയാകുന്ന സാഹചര്യത്തിലേക്ക് വന്ന് പാർക്കേണ്ടി വന്ന ആ മനുഷ്യന്റെ അവസ്ഥയെ സൂചിപ്പിക്കാനും അദ്ദേഹം ഈ ഭൗമിക ആദം എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ സാഹചര്യം എന്നുള്ള വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സാഹചര്യം, സാധാരണഗതിയിൽ ഈ സാഹചര്യം എന്നുള്ള വാക്കിന് നമ്മുടെ സുറിയാനിയിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന പദം ഖ്യാന എന്നുള്ളതാണ്. ഖ്യാന എന്നുള്ള പദം നിലകൊള്ളുന്നത് മനുഷ്യന്റെ പ്രകൃതിയെക്കുറിച്ച്, അല്ലെ സ്വഭാവത്തെക്കുറിച്ച്, പ്രകൃതത്തെക്കുറിച്ച്, നേച്ചറിനെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സുറിയാനി പദമാണ് ഖ്യാന എന്നുള്ള പദം. അപ്പം ആ ഖ്യാന എന്നുള്ള പദത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഖ്യാന എന്ന പദം മനുഷ്യന്റെ സ്വഭാവം, പ്രകൃതി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മനുഷ്യന്റെ പ്രകൃതി എന്ന് പറയാൻ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ തിയോളജി അവതരിപ്പിക്കുന്ന എന്താണ്, മനുഷ്യൻ ആത്മാവും ശരീരവും അരൂപിയും ചേർന്ന ബോഡി സോൾ സ്പിരിറ്റ് അല്ലെ, ആത്മാവ് ശരീരം, ആത്മാവ്, അരൂപി, ഇത് മൂന്നും ചേർന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള നമ്മുടെ മനുഷ്യന്റെ രൂപഘടനയെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രകൃതത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതിന് പക്ഷെ അഫ്രഹാത്ത് എന്താടുത്ത് ഈ ഖ്യാന എന്നുള്ള പദത്തിന് ഒരു സാഹചര്യം എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥവും കൂടെ കൊടുത്തു. എന്താണ് ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈശോയുടെ രക്ഷണീയ കർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അഫ്രഹാത്ത് ഈ ഖ്യാനായ്ക്ക് സാഹചര്യം എന്നുള്ള ഒരു അർത്ഥവും കൂടെ അദ്ദേഹം കൊടുക്കുക. അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ്, ഈശോ മിശിഹ മനുഷ്യരക്ഷയ്ക്കായിട്ട് സ്വർഗമാകുന്ന സാഹചര്യം അല്ലെ സ്വർഗമാകുന്ന തലം വിട്ട് ഭൂമിയാകുന്ന ഖ്യാനായിലേക്ക്, ഭൂമിയാകുന്ന സാഹചര്യത്തിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞ പോലെ ഭൗമിക ആദത്തിന്റെ ഖ്യാന എന്ന് പറയുന്നത് ഈ ഭൗമിക സാഹചര്യമാണ്, ഈ ലോകത്തിലെ ഭൂമിയിലെ അധിവാസമാണെന്ന് സൂചിപ്പിക്കുക. അപ്പൊ സാഹചര്യം, മനുഷ്യനെന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ബോഡി സോൾ സ്പിരിറ്റ് ആത്മശരീര അരൂപിഭാവങ്ങളോടെ കാണുന്ന ഇങ്ങനെ എന്തോ ഘടകങ്ങളായിട്ടല്ല അഫ്രഹാത്ത് കാണുന്നത്, മറിച്ച് ഈ ഖ്യാന എന്നുള്ള വാക്ക് മനുഷ്യന്റെ പ്രകൃതത്തെ ഒരു സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം കാണുന്നത്. അതിന് വളരെ നമുക്കൊരു നല്ലൊരു ചിന്ത നമുക്ക് നൽകുന്നത്. ഒരു മനുഷ്യനെ അവന്റെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ ഒരാളെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരുപക്ഷെ കുടുംബത്തിലാണെങ്കിലും കൊള്ളാം,
മറ്റുള്ള അവസരങ്ങൾ ചില മനുഷ്യരൊക്കെ ഇല്ലേ വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറുന്ന, വളരെ ഇതായിട്ട് പെരുമാറുന്ന, അല്ലെ വളരെ രൂക്ഷമായിട്ട് പെരുമാറുന്ന മനുഷ്യര്. അപ്പൊ അവരുടെ സാഹചര്യം, മനുഷ്യന്റെ പ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഒരുപക്ഷെ ഒത്തിരിയേറെ സ്ട്രെസ് ഉള്ള അവസരത്തിലായിരിക്കും, ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും അവർ അങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ മനുഷ്യന്റെ പ്രകൃതത്തെ അവരുടെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരല്പം കൂടെ സ്നേഹിക്കാനായിട്ട്, അവരെ സ്നേഹിക്കാൻ ഒരുപക്ഷെ അബ്രഹാത്തിന്റെ ഈ മനുഷ്യ ദർശനം നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. ഒരു മനുഷ്യന്റെ അവരുടെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോലീസുകാരൻ എന്തുകൊണ്ടാണ് ഇത്രയും വളരെ സ്ട്രിക്റ്റ് ആയിട്ട്? കാരണം അദ്ദേഹം ലോ ആൻഡ് ഓർഡർ കൊടുക്കേണ്ട ആളാണ്. അപ്പൊ അദ്ദേഹം അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അങ്ങനെ ആയിത്തീരുന്നതാണ്. നമ്മൾ ചില മനുഷ്യരെയൊക്കെ വെറുതെ കുറ്റപ്പെടുത്താറുണ്ട് അല്ലെ, അവൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അങ്ങനെയാണ്. അപ്പൊ അവര് നമ്മുടെ സാഹചര്യത്തെ അവൻ അങ്ങനെയാണ് എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ അവന്റെ പ്രകൃതം അങ്ങനെയാണെന്ന് നമ്മൾ പറയുകയാണ്. ആ പ്രകൃതം എന്ന് പറഞ്ഞാൽ സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാമെങ്കിൽ ഒരു അല്പം കൂടെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഭൗമിക അസ്തിത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി, മനുഷ്യന്റെ ഭൗമിക അസ്തിത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന പദമാണ് ഭൗമികാദം. അതിന് രണ്ട് അർത്ഥതലങ്ങൾ ഉണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞു വെച്ചത്. ഒന്ന്, ആദി മാതൃകയായ ഈശോമിശിഹായുടെ രൂപത്തിൽ ആത്മശരീര ഭാവങ്ങളോടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ സൂചിപ്പിക്കാനും, ഇനി പാപത്തിലൂടെ പറുദീസ നഷ്ടപ്പെട്ട് ഭൂമിയിൽ അധിവസിച്ച മനുഷ്യന്റെ സാഹചര്യത്തെ സൂചിപ്പിക്കാനും അദ്ദേഹം ഉപയോഗിക്കുന്ന പദമാണ് ഈ ഭൗമിക ആദം എന്നുള്ള പദം എന്ന് പറയുന്നത്. ഇനി അബ്രഹാത്തിന്റെ മൂന്നാമത്തെ ചിന്ത മനുഷ്യന്റെ യുഗാന്ത്യ അസ്തിത്വമാണ്, മനുഷ്യന്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി എന്നുള്ളതാണ്. അപ്പോ മനുഷ്യന്റെ പൂർവാസ്തിത്വം, മനുഷ്യന്റെ ഭൗമിക അസ്തിത്വം, ഇനി മൂന്നാമതായിട്ട് മനുഷ്യന്റെ യുഗാന്ത്യ അസ്തിത്വം, മനുഷ്യന്റെ പേർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാനായിട്ടാണ് അബ്രഹാത്ത് ആഗ്രഹിക്കുന്നത്. അതായത് ദൈവത്തിന്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ട് ദൈവപുത്രനായി തീർന്ന മനുഷ്യൻ പാപം മൂലം സ്വർഗീയമായ ജ്ഞാന നഷ്ടപ്പെട്ട് ഭൗമിക ജ്ഞാനായി ആക്കപ്പെട്ടു, അല്ലെ ഭൗമികമായ സാഹചര്യത്തിലാക്കപ്പെട്ടു. ഈ ഭൗമികമായ സാഹചര്യത്തിൽ ജ്ഞാനായിലാക്കപ്പെട്ട മനുഷ്യനെ തിരികെ സ്വർഗീയ തലത്തിൽ എത്തിക്കുക, അല്ലെങ്കിൽ തിരികെ സ്വർഗീയ തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം. തിരികെ ഈ സ്വർഗതലത്തിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ പൗർദീസ തലത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് മനുഷ്യനാൽ തന്നെ സാധ്യമാകുകയില്ല. കാരണം മനുഷ്യൻ ആദ്യമായിട്ടുണ്ടായിരുന്ന പല നന്മകളും ആദ്യ പാപത്തിലൂടെ നഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുത്രനായ ദൈവത്തെ ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുകയാണ്. അപ്പോൾ മനുഷ്യന്റെ ആത്മശരീര ഭാവങ്ങളോടെ ഈ ലോകത്തിൽ കടന്നു വന്ന ഈശോനാഥൻ ഈ ശരീരമെടുത്ത് ഈ ശരീരത്തെ മഹത്വീകൃതമാക്കി തിരികെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിലൂടെ ഇനി വരാൻ പോകുന്ന എല്ലാ മനുഷ്യരുടെയും സ്വർഗീയ ജ്ഞാനായെ, സ്വർഗീയ സാഹചര്യത്തെ തിരികെ സ്വർഗത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു മുൻകൂർ അവസ്ഥ, ജാമ്യം നൽകപ്പെടുകയാണ് നമുക്ക്. അപ്പൊ ഈശോയുടെ രക്ഷണീയ കർമ്മം, ഈശോയുടെ മനുഷ്യാവതാരം എന്നുള്ള ആ ഒരു ദൈവശാസ്ത്ര ചിന്തയ്ക്ക് അവിടെ പ്രാധാന്യം വരുവാണ്. എങ്ങനെയാണ് ഈ സ്വർഗീയ ജ്ഞാനം നഷ്ടപ്പെട്ട് ഭൗമിക ജ്ഞാനായിലേക്ക്, സാഹചര്യത്തിലേക്ക് വന്ന മനുഷ്യൻ തിരികെ സ്വർഗീയ ജ്ഞാനായിലേക്ക് പ്രവേശിക്കുന്നത് എന്നതിന് കാരണം അടിസ്ഥാനമായിട്ട് നിലകൊണ്ടത് ഈശോയുടെ മനുഷ്യ അവതാരം എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം മനുഷ്യാവതാരം എന്നുള്ള വാക്ക് സാധാരണ ഈ പാശ്ചാത്യ ദൈവശാസ്ത്ര പാരമ്പര്യം ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ സുറിയാനിയിലും ഇംഗ്ലീഷിലൊക്കെ എഴുതുമ്പോൾ ഇൻകാർണേഷൻ എന്നുള്ള പദമൊക്കെ ഉപയോഗിക്കുമെങ്കിലും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന പദം പുട്ടോൺ ബോഡി. അബ്രഹാത്ത് ഉപയോഗിക്കുന്ന പദം പുട്ടോൺ ബോഡി എന്നുള്ളതാണ്. മാംസം ഉടുത്തു, ഈശോ മനുഷ്യ ശരീരം ഉടുത്തു, പുട്ടോൺ ബോഡി എന്ന ലേപസ് പകറ എന്നുള്ള വാക്കാണ് മനുഷ്യാവതാരത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന പദം. ഈശോ മാംസം ഉടുത്തു, മാംസം എടുത്തു എന്നാണ് നമ്മൾ സാധാരണ മലയാളത്തിലേക്കൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ ഒരു സുറിയാനി ചിന്തയുടെ ഉള്ളിൽ ആണ്ട് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കും, നമ്മൾ അതിനെ മാംസം ഉടുത്തു എന്ന് പറയാം. നമുക്കറിയാം മാംസം ഉടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുറിയാനി ചിന്തയിൽ ഒരു ക്ലോത്തിങ് ഇമേജറിയാണ്, അല്ലെ? ഒരു പുട്ടോൺ ബോഡി എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. മനുഷ്യാവതാരത്തിന് ഉപയോഗിക്കുന്ന വാക്ക് ലേപസ് പകര, പുട്ടോൺ ബോഡി, മാംസം എടുത്തു എന്നുള്ളത്. എങ്ങനെയാണ് ആ ഒരു പദം? നമുക്കറിയാം, നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ സുറിയാനി ചിന്തകള്, തിയോളജിയുടെ ചിന്തകൾ അവതരിപ്പിക്കുന്ന പ്രതീകാത്മകമായിട്ടാണ്. പ്രതീകങ്ങളും രൂപങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ ഒരു ഈശോയുടെ മനുഷ്യാവതാരവും മനുഷ്യരക്ഷയും മനസ്സിലാകണമെങ്കിൽ ഈ ക്ലോത്തിങ് ഇമേജറിയുടെ ഒരു 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 സിനിമ പോലുള്ള
ഒരു കുറെ സീനുകളെ ഞങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുക. അപ്പോഴാണ് ഈ മനുഷ്യരക്ഷ, ഈ ദൈവം ഈശോമിശിഹ മനുഷ്യ ശരീരം ഉടുത്തു എന്നതിലൂടെ എങ്ങനെയാണ് മനുഷ്യരക്ഷ സാധ്യമാകുന്നത് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് ഞാൻ മഹത്വത്തിന്റെ വസ്ത്രത്തിന്റെ ഒരു ദൈവശാസ്ത്രമുണ്ട്. നമ്മുടെ സുറിയാനി സഭാപിതാക്കന്മാർ, റോബ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ വസ്ത്രത്തിന്റെ ഒരു മനുഷ്യരക്ഷയെക്കുറിച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ സുറിയാനി സഭാപിതാക്കന്മാർ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇമേജറിയാണ്, രൂപകമാണ് മഹത്വത്തിന്റെ വസ്ത്രം എന്നുള്ളത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ കാണുന്ന പാപത്തിന് ശേഷം നഗ്നരായിരുന്ന ഈ ആദത്തിന് ഹവ്വായ്ക്കും ദൈവം ഉടയാട ഉണ്ടാക്കി കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഉൽപ്പത്തി പുസ്തകത്തിലെ വചനത്തെ എടുത്തുകൊണ്ട് നമ്മുടെ സുറിയാനി സഭാപിതാക്കന്മാര് മനുഷ്യരക്ഷയുടെ നല്ല ഒരു ദർശനത്തെ അവതരിപ്പിക്കുന്നു. അവർ പറഞ്ഞു നോക്കുന്നു, ഇപ്പൊ അവർ സിനിമ പോയാൽ നിങ്ങൾ മനസ്സിൽ കാണുവാണെങ്കിൽ സീൻ നമ്പർ 1, ഒന്നാമത്തെ സീൻ എന്ന് പറയുന്നത് അവർ പറഞ്ഞു വെക്കും, ഈ പാപത്തിന് മുമ്പ്, ആദിമ പാപത്തിന് മുമ്പ് ആദവും ഹൗവയും മഹത്വത്തിന്റെ വസ്ത്രത്താൽ അലങ്കൃതരായിരുന്നു. അതുകൊണ്ടാണ് അവർ നഗ്നരായിരുന്നിട്ട് പോലും അവർക്ക് നഗ്നത ഫീൽ ചെയ്തിരുന്നില്ല. കാരണം എന്തായിരുന്നു? അവര് മഹത്വത്തിന്റെ വസ്ത്രത്താൽ അലങ്കൃതം. അതുകൊണ്ടാണ് പാപത്തിന് ശേഷം ആദം നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ പേടിച്ചിട്ട് അവർ പോയി ഇലകൾക്കിടയിൽ ഒളിക്കുന്നത്. കാരണം അവരപ്പം നോക്കി ഞങ്ങൾ നഗ്നരായിരുന്നു എന്ന് കണ്ട് നാണം തോന്നി അവർ ഇലകൾക്കിടയിൽ ഒളിക്കുകയാണ്. അപ്പോൾ സുറിയാനി സഭാപിതാക്കന്മാർ പറയും, ഒന്നാമത്തെ സീൻ, മഹത്വത്തിന്റെ വസ്ത്രം ഒരു സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ സീൻ എന്ന് പറയുന്നത് ആദ്യ മാതാപിതാക്കളുടെ പാപത്തിന് മുമ്പ് അവര് മഹത്വത്തിന്റെ വസ്ത്രത്താൽ അലങ്കൃതരായിരുന്നു. ഇനി രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത് ഈ ആദി പാപത്തിലൂടെ ഈ മഹത്വത്തിന്റെ വസ്ത്രം അവർക്ക് നഷ്ടമായി. സീൻ നമ്പർ 3, മൂന്നാമത്തെ സീൻ എന്ന് പറയുന്നത് ഈ നഷ്ടമായ മഹത്വത്തിന്റെ വസ്ത്രം തിരികെ നൽകാൻ ഈശോ ശരീരം ഉടുത്തു. ശരീരം ഉടുത്തു എന്നുള്ള വാക്കാണ് ഈശോയുടെ ഇൻകാർണേഷനെ സൂചിപ്പിക്കാൻ വേണ്ടി. സീൻ നമ്പർ 4, ഈ മഹത്വത്തിന്റെ വസ്ത്രം എല്ലാ ആൾക്കാർക്കും നൽകാൻ വേണ്ടി ഈശോ തന്റെ മാമോദീസായുടെ അവസരത്തിന് ഈ മഹത്വത്തിന്റെ വസ്ത്രം ജോർദാൻ നദിയിൽ നിക്ഷേപിച്ചു. അതായത് വെള്ളത്തിന്റെ മുകളിൽ നിക്ഷേപിച്ചു. സീൻ നമ്പർ 5, ഇന്ന് മാമോദീസ സ്വീകരിക്കുന്ന ഏത് കുഞ്ഞും മാമോദീസായിലൂടെ മുങ്ങിപ്പൊങ്ങുമ്പോൾ ഈ മഹത്വത്തിന്റെ വസ്ത്രവും ധരിച്ചുകൊണ്ടാണ് അവർ മാമോദീസ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ വെള്ള വസ്ത്രം മാമോദീസായുടെ അവസരം കൊടുക്കുന്നത്. സീൻ നമ്പർ 6, ഈ മഹത്വത്തിന്റെ വസ്ത്രം കറ പുരളാതെ സൂക്ഷിച്ചാൽ ഒരുവന് സ്വർഗം കിട്ടും, കറ പുരണ്ടു കഴിഞ്ഞാൽ അവന് നരകം കിട്ടും. കണ്ടോ? ആ രക്ഷയുടെ ദൈവശാസ്ത്രത്തെ, മനുഷ്യരക്ഷയുടെ ദൈവശാസ്ത്രത്തെ എത്ര മനോഹരമായിട്ടാണ് ഈ മഹത്വത്തിന്റെ വസ്ത്രം എന്നുള്ള ഒരു രൂപകം ഉപയോഗിച്ചുകൊണ്ട്, പ്രതീകം ഉപയോഗിച്ചുകൊണ്ട് ഈ സഭാപിതാക്കന്മാര് പ്രത്യേകിച്ച് അബ്രഹാത്തും ഒക്കെ സംസാരിക്കുന്നത് മനസ്സിലാക്കും. അതായത് ഈ ഉടുക്കുക എന്നുള്ള ഒരു രൂപകത്തെ എടുത്തുകൊണ്ടാണ് അബ്രഹാത്ത് ഈ ഈശോയുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയും മാത്രം. മനുഷ്യന്റെ യുഗാന്തി അസ്തിത്വം എന്ന് പറയുന്നത് പാപത്താൽ ഈ പറുദീസ നഷ്ടമായി ഈ ഭൗമിക ക്യാനയിൽ ആക്കപ്പെട്ട മനുഷ്യന് വീണ്ടും സ്വർഗീയ ക്യാനയിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടി ഈശോമിശിഹ മാംസം ഉടുക്കുന്നു എന്നാണ്. അപ്പൊ ഈശോമിശിഹ എന്താ ചെയ്തത്? മാംസം ഉടുത്തതിന് ശേഷം, അല്ലെ മനുഷ്യ ശരീരം എടുത്തതിന് ശേഷം ഉത്ഥാനത്തിലൂടെ ഈ മനുഷ്യ ശരീരത്തെ മഹത്വവൽക്കരിച്ച് ശരീരത്തിനും സ്വർഗത്തിലൊരു സ്ഥാനമുണ്ട്. മഹത്വീകരിക്കപ്പെട്ട ഈ ശരീരത്തിന് സ്വർഗത്തിലൊരു സ്ഥാനമുണ്ട്. അങ്ങനെ എല്ലാ മനുഷ്യർക്കും, വരാനിരിക്കുന്ന എല്ലാ മനുഷ്യർക്കിടെയും ശരീരം അങ്ങെത്തണം, അല്ലെ മനസ്സും ആത്മാവും ശരീരവും ചേർന്ന വ്യക്തികളായിട്ട് സ്വർഗത്തിൽ എത്തണം എന്നുള്ള ഒരു വലിയ രക്ഷയുടെ പദ്ധതി ദൈവം നമുക്ക് ഈശോമിശിഹായിലൂടെ മുൻകൂട്ടി നൽകപ്പെടുകയാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് അബ്രഹാത്ത് പറയും, ഒരു മനുഷ്യന്റെ യുഗാന്ത്യ അസ്തിത്വം ആരംഭിക്കുന്നത് അവന്റെ ഉത്ഥാനത്തോടുകൂടിയാണ്. അപ്പൊ ഈശോയുടെ ഉത്ഥാനത്തോടു കൂടി ഈ ശരീരം മഹത്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി എല്ലാ മനുഷ്യരും തന്റെ ഉത്ഥാനത്തിലൂടെ ഈ മഹത്വീകരിക്കപ്പെട്ട ശരീരവുമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. അപ്പോ അബ്രഹാത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ആത്യന്തികമായിട്ടുള്ള അസ്തിത്വം യുഗാന്ത്യ അസ്തിത്വമാണ്. ഈ യുഗാന്ത്യ അസ്തിത്വം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? മനുഷ്യന്റെ ഈശോയുടെ അന്ത്യവിധിയുടെ സമയത്താണ്. ഈശോയുടെ അന്ത്യവിധിയുടെ സമയത്താണ് ഈ യുഗാന്ത്യ അസ്തിത്വത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. എന്താണ് ഈശോയുടെ അവസാന വിധിയുടെ പ്രത്യേകത? നമുക്കറിയാം, സാധാരണഗതിയിൽ ഇന്ന് ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ യുഗാന്ത്യ അസ്തിത്വം നമുക്ക് 2 വിധികളുണ്ട്, അല്ലെ? ഒരാൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന തനത് വിധി, പിന്നെ ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ സംഭവിക്കുന്ന പൊതുവിധി. ഈ അബ്രഹാത്ത്, എഫ്രൈം തുടങ്ങിയ സഭാപിതാക്കന്മാരൊക്കെ, അവരെ സംബന്ധിച്ചോളം മനുഷ്യന് പൊതുവിധി മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചിരുന്നവരാണ് ഇവര്. അതുകൊണ്ട് തന്നെ അബ്രഹാത്തിനെ സംബന്ധിച്ചിടത്തോളം
മനുഷ്യന്റെ യുഗാന്ത്യ അസ്തിത്വം ആരംഭിക്കുന്നത് ഈ പൊതുവിധിയോടുകൂടിയാണ്. പൊതുവിധിയോടുകൂടി ഈ ദൂതന്മാരുടെ കാഹളം കേൾക്കുമ്പോൾ ഈ ശരീരങ്ങളെല്ലാം ഉയർപ്പിക്കപ്പെടും. അപ്പൊ ആദ്യത്തെ പ്രക്രിയ അബ്രഹാത്തിനെ സംബന്ധിച്ചോളം യുഗാന്ത്യ അസ്തിത്വത്തിനുള്ള ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരങ്ങളുടെ ഉയർപ്പാണ്. ഈ ഉയർപ്പിക്കപ്പെട്ട ശരീരത്തിലേക്ക് സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ആത്മാവ് ഈ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഇതിനെ അരൂപിപൂരിതമാക്കും എന്നാണ് അബ്രഹാത്ത് പറയുന്നത്. നമുക്കറിയാം അബ്രഹാത്തിനെ സംബന്ധിച്ചോളം ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവന്റെ ശരീരവും ആത്മാവും ഈ ഭൂമിയിൽ തന്നെ തങ്ങുകയും അവൻ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് അരൂപി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും എന്നാണ് അബ്രഹാത്തിന്റെ ഒരു എസ്കറ്റോളജിക്കൽ യുഗാന്ത്യ ചിന്ത എന്ന് പറയുന്നത്. ഈ അരൂപി ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടി വിട്ടുപോയ അരൂപി ഈ രണ്ടാമത്തെ ആഗമനത്തെ അവസരത്തിന് സ്വർഗത്തിൽ നിന്ന് വർദ്ധിത വീര്യത്തോടുകൂടി തിരികെ വന്ന് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ച് അതിന് ഉത്ഥാനത്തിന് കാരണമാക്കുകയും അതിനുശേഷം ഈ മനുഷ്യനെ പൊതിഞ്ഞ് അവനെ യുഗാന്ത്യ അസ്തിത്വത്തിനായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് അബ്രഹാത്തിനെ സംബന്ധിച്ചോളം. ഈ അരൂപി സ്വർഗത്തിൽ നിന്നിറങ്ങി എല്ലാവരെയും ഉയർപ്പിക്കുമെങ്കിലും സ്വർഗത്തിലേക്ക് കയറുന്ന ഈ ശരീരം കയറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ശരീരം പൂർണ്ണമായിട്ടും അരൂപിപൂരിതമാക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് അബ്രഹാത്തിനെ സംബന്ധിച്ചോളം. അതായത് മാമോദിസായിൽ സ്വീകരിച്ച പരിശുദ്ധാരൂപിയെ ദുഃഖിപ്പിക്കാത്ത ശരീരങ്ങളായിരിക്കണം ഇതെന്നുള്ളതാണ്. എന്താണ് നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന പരിശുദ്ധ റൂഹായെ നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ മാമോദിസായുടെ അവസരത്തിലാണ്. അപ്പൊ മാമോദിസായുടെ അവസരത്തിൽ സ്വീകരിച്ച ഈ പരിശുദ്ധ അരൂപിയെ ദുഃഖിപ്പിക്കാതെ ഈ ജീവിതകാലത്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് അബ്രഹാത്തിന്റെ അഭിപ്രായം. എന്താണ് പരിശുദ്ധാരൂപിയെ ദുഃഖിപ്പിക്കുന്ന തിന്മകൾ? അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു തിന്മ എന്ന് പറയുന്നത് ഒത്തിരി തിന്മകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തിന്മ പരദൂഷണമാണ്. ഒരാളെ കുറിച്ച് നമ്മൾ പറയുന്ന പരദൂഷണം, മറ്റൊരാളെ കുറിച്ച് നമ്മൾ പരദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അരൂപിയെ നമ്മൾ ദുഃഖിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. ഒത്തിരി ദുഃഖത്തിന്റെ ഒരു ഘടകം അല്ലെ ഒരു കാരണം അദ്ദേഹം പറയുന്നത് അതാണ്. അപ്പൊ മാമോദിസായിൽ സ്വീകരിച്ച അരൂപിയെ ജീവിതകാലത്ത് നമ്മൾ ദുഃഖിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ ശരീരത്തെ ഈ ആത്മാവ് ഇറങ്ങി വന്ന് അരൂപിപൂരിതമാക്കുകയും അതിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഈശോയുടെ മുമ്പിൽ ഈ ശരീരത്തിന് വേണ്ടി ഈ ആത്മാവ് വാദിക്കുമെന്നാണ് അദ്ദേഹം, ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്നെ ജീവിതകാലത്ത് വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിച്ച ഈ ശരീരത്തിന് നീ സ്വർഗം കൊടുക്കണം, എന്നാൽ ജീവിതകാലത്ത് എന്നെ ഈ ശരീരത്തിൽ ദുഃഖിപ്പിച്ച ഈ ശരീരത്തിന് നരകം കൊടുക്കണം, അല്ലെ പാതാളം കൊടുക്കണം. ഇങ്ങനെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ദൈവത്തിന്റെ മുമ്പിൽ പ്രവർത്തിക്കും എന്നാണ് അബ്രഹാത്ത് പറയുന്നത്. അപ്പോ ഈ സ്വർഗീയ കാഹളം കേൾക്കുമ്പോൾ വർദ്ധിത വീര്യത്തോടുകൂടി നമ്മളെ വിട്ടുപോയ അരൂപി, മരണത്തോടുകൂടി വിട്ടുപോയ പരിശുദ്ധ റൂഹ ഇറങ്ങി വന്ന് ഈ ശരീരത്തെ ഉദ്ധിതമാക്കി അതിനെ പൂർണ്ണമായിട്ട് അരൂപിപൂരിതമാക്കി സ്വർഗത്തിലേക്ക് സംവഹിക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഈ ദൈവത്തിന്റെ മുമ്പിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. എന്നെ ദുഃഖിപ്പിക്കാത്ത ഈ ശരീരത്തിന് സ്വർഗവും എന്നെ ദുഃഖിപ്പിച്ച ഈ ശരീരത്തിന് നരകവും കൊടുക്കണം, അല്ലെ പാതാളവും കൊടുക്കണം എന്ന് ഈ സ്വർഗതലത്തില് ഈ അരൂപി ദൈവത്തോട് യാചിക്കുകയാണ്. ഈ യുഗാന്ത്യ അസ്തിത്വത്തെ കുറിച്ച് സൂചിപ്പിക്കാനായിട്ട് അദ്ദേഹം ഒരു 3 സുറിയാനി പദങ്ങള് അബ്രഹാത്ത് ഉപയോഗിക്കുന്നത്. ആ 3 സുറിയാനി പദങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ മനുഷ്യന്റെ യുഗാന്ത്യ അസ്തിത്വത്തെ കുറിച്ച് പൂർണ്ണമായിട്ടും വിവരിക്കുന്നത്. ആ 3 പദങ്ങളാണ്: ഒന്ന് ബില, 2 ഹില, 3 ഹിദം. ഇത് 3 സുറിയാനി 3 പദങ്ങളാണ്. ഈ കോഴ്സിന്റെ ഇടയ്ക്ക് ഒരു അല്പം സുറിയാനി പദങ്ങളോടൊക്കെ നിങ്ങൾ പരിചയപ്പെടട്ടെ എന്നോർത്ത് പറയുന്ന ഉൾക്കാനുള്ള ചില പദങ്ങളായിരിക്കാം. എങ്കിലും നിങ്ങൾക്ക് ഇച്ചിരി സുറിയാനി പദങ്ങളോടെ പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും എന്നോർത്തുകൊണ്ട് 3 പദങ്ങളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഒന്ന് ബില, ഒന്ന് ഹില, ഹിദം എന്ന് പറയും. ബില എന്നുള്ള വാക്കുകൊണ്ട് അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ സ്വർഗത്തിൽ നിന്ന് അരൂപി ഇറങ്ങി വന്ന് ഈ ആത്മാവിനെയും ശരീരത്തെയും എഴുന്നേൽപ്പിക്കുന്ന ആ പ്രക്രിയയാണ് ബില എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹിലം എന്ന് പറയുന്നത് ഇങ്ങനെ ഉത്ഥിതമാക്കപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അരൂപി ഇതിനെ പൂർണ്ണമായിട്ട് അരൂപിപൂരിതമാക്കും. ഫുള്ളി സ്പിരിച്വൽ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിനെയാണ് നമ്മൾ ഇപ്പോൾ ഇതിന്റെ ഉള്ളിൽ അരൂപിപൂരിതമാക്കുക എന്നുള്ള ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ മുഴുവനും അങ്ങ് അരൂപിപൂരിതമാക്കും. ഇനി ഹിതം എന്ന് പറയുന്ന 3ാമത്തെ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അരൂപിപൂരിതമാക്കപ്പെട്ട ഈ
വ്യക്തി നേരെ മുകളിലേക്ക് ഇങ്ങനെ പറന്നുയരുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭൗമിക തലം വിട്ട് സ്വർഗതലത്തിലേക്ക് ഇങ്ങനെ കരയേറുന്ന ആ വ്യക്തിയുടെ ഈ പ്രക്രിയയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹൃദം എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗത്തിലേക്ക് ഒരു യാഥാർത്ഥ്യം പ്രവേശിക്കണമെങ്കിൽ ഈ ശരീരത്തിന് മാറ്റങ്ങളുണ്ടാണ്. ഭൂമിയിൽ അതേ ശരീരവുമായിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അതിന് മാറ്റങ്ങൾ വരണം. ഭൂമിയിലെ ശരീരങ്ങൾക്ക് അപൂർണതകളുണ്ട്. പക്ഷെ പൂർണ്ണമാക്കപ്പെട്ട ശരീരങ്ങൾക്കാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അബ്രഹാത്ത് ഈ പൂർണ്ണമായിട്ടും അരൂപിപൂരിതമാക്കപ്പെടുക എന്നൊരു ചിന്ത തന്റെ ദൈവശാസ്ത്ര ചിന്തയിൽ അദ്ദേഹം അങ്ങനെ പൂർണ്ണമായിട്ടും അരൂപിപൂരിതമാക്കപ്പെട്ട ഒരു ശരീരമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ എന്താണ് ഈ ആത്യന്തികമായ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിന്റെ മക്കളായി തീരുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. ആരംഭിക്കുന്നതും ദൈവത്തിന്റെ മകനായിട്ടാണ്. ഈ ഭൂമിയിലൂടെ ജീവിച്ച് തന്റെ ശരീരത്തെ റൂഹായാൽ പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിച്ച് തിരികെ ഈ ശരീരം അല്ലെ വ്യക്തി സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് വീണ്ടും ദൈവത്തിന്റെ മക്കളായിട്ട് തീരുകയാണ്. സ്വർഗത്തിലേക്ക് എപ്പോഴും പൂർണ്ണമായ കാര്യങ്ങളെ കയറാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവിന്റെ പ്രവർത്തനം ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത്. അങ്ങനെ ആത്മാവിനെ പരിശുദ്ധ റൂഹായ ആത്മപൂരിതമാക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തി ദൈവത്തിന്റെ മക്കളായി തീരാനായിട്ടുള്ള വലിയ വിളിയാണ് ഓരോ മനുഷ്യനും ഉള്ളത് എന്നുള്ളതാണ് അബ്രഹാത്തിന്റെ മനുഷ്യ ദർശനത്തിന്റെ പ്രത്യേകത. ഇനി ഈ മനുഷ്യ ദർശനത്തെ എല്ലാം കൂടെ ഞാനൊന്ന് ചുരുക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സമയം എനിക്ക് കുറച്ച് സമയം കൂടെ മതിയാവും. നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നു അബ്രഹാത്തിന്റെ മനുഷ്യ ദർശനത്തിന്റെ ഒരു 3 തലങ്ങളുണ്ട്. മനുഷ്യന്റെ പൂർവ്വ അസ്തിത്വം, മനുഷ്യന്റെ ഭൗമിക അസ്തിത്വം, മനുഷ്യന്റെ സ്വർഗീയ അസ്തിത്വം, യുഗാന്തി അസ്തിത്വം. ഈ 3 അസ്തിത്വത്തിനുള്ളിലും ഈശോയുടെ റോൾ എന്താണ്, പരിശുദ്ധാത്മാവിന്റെ റോൾ എന്താണ്, എല്ലാം നമ്മൾ ഈ അവസരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ആദ്യമായിട്ട് മനുഷ്യന്റെ പൂർവ്വ അസ്തിത്വമാണ്, ആദത്തിന്റെ പൂർവ്വ അസ്തിത്വം. അത് ദൈവത്തിന്റെ മനസ്സിലാണ് ഇത് പൂർവാസ്തിത്വം ആരംഭിക്കുന്നത്. വരാൻ പോകുന്ന രക്ഷകനെ, പുത്രനായ രക്ഷകനെ മുൻനിർത്തിയാണ് ആദത്തെ ദൈവം മനസ്സിൽ ജനിപ്പിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് മറ്റ് സൃഷ്ടങ്ങളെ എല്ലാം ദൈവം സൃഷ്ടിക്കുന്നത്. വളരെ നല്ലൊരു ഇമേജറി ഞാൻ വന്നപ്പോ പറയാൻ മറന്നുപോയി. ഈ ആദത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുകയും ഏറ്റവും അവസാനം മനുഷ്യനെ തന്റെ കൈകളാൽ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ഈ സൃഷ്ടിയെ സൂചിപ്പിക്കാൻ മനോഹരമായ ഒരു രൂപകം അദ്ദേഹം ഉപയോഗിക്കുന്ന, ഒരു ഇമേജറി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു അപ്പൻ തന്റെ മകന് വേണ്ടി വിവാഹ വിരുന്നെല്ലാം ഒരുക്കിയതിന് ശേഷം മകനെ ഇങ്ങനെ വിവാഹ പന്തലിലേക്ക് ആനയിക്കുന്നത് പോലെയാണ് ദൈവം മനുഷ്യനെ അവസാനമായിട്ട് സൃഷ്ടിക്കുന്നത്. മറ്റു സൃഷ്ടികളെ എല്ലാം ആദ്യം സൃഷ്ടിക്കുക. അത് മനുഷ്യന് ഈ പറുദീസയിലായിരിക്കുമ്പോൾ അവന് ഈ സഹവസിക്കാൻ വേണ്ടി ബാക്കി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാണ്. ഒരപ്പൻ ഒരു പുത്രന്റെ വിവാഹ വിരുന്നിന് വേണ്ടി എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തതിനു ശേഷം ഇങ്ങനെ മകനായ വരനെ കൊണ്ട് ഇങ്ങനെ അതിന്റെ നടുവിലേക്ക് കടന്നു വരുന്ന അതേ ഒരു ചിന്ത പോലെ തന്നെയാണ്. എല്ലാത്തിനെയും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം അവസാനമായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നു. തന്റെ പുത്രനെ ഒരു വിവാഹ വിരുന്നിനോടാണ് ഈ സൃഷ്ടിയെ അദ്ദേഹം ഉപമിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ പൂർവ്വ അസ്തിത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ചിന്തയിലാണ്. അതിനുശേഷം ദൈവം മനുഷ്യനെ രണ്ടാമത് കൈകൊണ്ട് മെനയുന്നു. മനുഷ്യന്റെ ഭൗമിക അസ്തിത്വം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് അബ്രഹാത്ത് അവതരിപ്പിക്കുന്നത്. ഒന്ന്, ഒരു മനുഷ്യന നിലയിൽ അവന് ലഭിക്കുന്ന രൂപഘടന, ആത്മാവും ശരീരവും ചേർന്ന രൂപഘടന. ഈശോയാകുന്ന ആദ്യ മാതൃകയെ മുൻനിർത്തി ആത്മശരീര ഭാവങ്ങളുള്ള ഒരു മനുഷ്യന് ലഭിക്കുന്ന രൂപഘടനയെ സൂചിപ്പിക്കാനായിട്ടാണ് അദ്ദേഹം ഭൗമിക അസ്തിത്വം അല്ലെങ്കിൽ ഭൗമിക ആദം എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഇനി അതിന് മറ്റൊരു അർത്ഥവും കൂടെയുണ്ട്. അതായത് പാപം മൂലം പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യന്റെ ഈ ഭൂമിയിലെ വാസത്തെ, ഈ ഭൂമിയിലെ സാഹചര്യത്തെ, ക്യാനായെ സൂചിപ്പിക്കാനും അദ്ദേഹം ഭൗമിക ആദം അല്ലെ ഭൗമിക ആദത്തിന്റെ ഭൗമിക അസ്തിത്വം എന്നുള്ള വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നു. അദ്ദേഹത്തിന് മൂന്നാമത്തെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം അബ്രഹാത്തിനെ സംബന്ധിച്ചുള്ള മനുഷ്യന്റെ യുഗാന്തി അസ്തിത്വമാണ്. എല്ലാ മനുഷ്യനും സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ യുഗാന്തി അസ്തിത്വം ആരംഭിക്കുന്ന അബ്രഹാത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം തനത് വിധിയിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പൊതുവിധിയിലാണ്. ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിന്റെ അവസരത്തിൽ ശരീരങ്ങളുടെ ഉയർപ്പ് സംഭവിക്കുന്നു. ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അരൂപി ഈ ശരീരത്തെ ഉയർപ്പിക്കുന്നു, ഇതിനെ പൂർണ്ണമായിട്ടും വിഴുങ്ങുന്നു. അതാണ് ഈ ബില എന്നുള്ള വാക്ക്. അരൂപിയാൽ വിഴുങ്ങുന്നു, അതിനുശേഷം അരൂപിയാൽ പൂരിതമാക്കുന്നു. ഹിലം
അരൂപിയാൻ പൂരിതമാക്കുന്നു. എന്നിട്ട് അതേപടി സ്വർഗത്തിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഹിതം എന്നുള്ള വാക്ക്. ഇനി ശരീരം താൻ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ദുഃഖിപ്പിച്ചിട്ടില്ലെങ്കിൽ, ആത്മാവിനെ ദുഃഖിപ്പിച്ചില്ലെങ്കിൽ അതിന് സ്വർഗം ലഭിക്കുന്നു, ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പാതാളം ലഭിക്കുന്നു എന്നുള്ള ഒരു യുഗാന്ത്യ അസ്തിത്വ ചിന്ത. അതിലൂടെ എന്താണ് അബ്രഹാം സൂചിപ്പിക്കുന്നത്? എല്ലാ മനുഷ്യന്റെയും ആത്യന്തികമായ വിളി എന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കളാകാനായിട്ടുള്ള വിളിയാണ്. അപ്പൊ ഈ സൺഷിപ്പ്, പുത്രത്വത്തിന്റെ ഒരു മനുഷ്യ ദർശനമാണ് അബ്രഹാത്ത് ആരംഭിക്കുന്നത്. ഇപ്പൊ മനുഷ്യൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയാൻ ദൈവത്തിന്റെ എല്ലാ ആട്രിബ്യൂട്ട്സിലും, വിശേഷണങ്ങളിൽ പങ്കാളിയാണ് എന്നുള്ളതാണ് അല്ലെ. അതിന് ഗ്രീക്ക് പദം ഉപയോഗിക്കുന്നത് നമുക്കറിയാം, തെയോസിസ്, ദൈവമായി തീരൽ എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ സുറിയാനി നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗത്ത് മെത്താലഹാനുസ, ദൈവമായി തീരുക, ദൈവത്തിന്റെ ദൈവമായി തീരും. മനുഷ്യന് ദൈവമായി തീരാൻ പറ്റുമോ? സ്വഭാവത്തിൽ, പ്രകൃതത്തിൽ? അല്ല, പറ്റത്തില്ല. കാരണം മനുഷ്യന്റെ പ്രകൃതം ഒന്ന്, നേച്ചർ ഒന്ന്, ദൈവത്തിന്റെ പ്രകൃതം ഒന്ന്. ദൈവത്തിന്റെ പ്രകൃതത്തിൽ പങ്കാളിയായ ഒരേ ഒരാളേ ഉള്ളൂ, അത് പുത്രനായ യേശു മിശിഹായാണ്. നമ്മളും ഒക്കെ ദൈവത്തിൽ പങ്കാളികളാകുന്നുണ്ട്. അത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വിശേഷണങ്ങളിൽ, അല്ലെ ദൈവത്തിന്റെ എനർജി എന്ന് പറയാറുണ്ട്. എസൻസിൽ നമുക്ക് പങ്കുവരാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ എനർജി നമ്മൾ പങ്കുവരാം, അല്ലെ ദൈവത്തിന്റെ വിശേഷണങ്ങൾ നമ്മൾ പങ്കുവരാം. പരമപരിശുദ്ധി, അല്ലെ പരമസ്നേഹം, പരമകരുണ, അങ്ങനെയുള്ള ദൈവത്തിന്റെ വിശേഷണങ്ങളാണ് നമ്മൾ പങ്കുചേരുന്നത്. അബ്രഹാത്തിനെ സംബന്ധിച്ചോളം ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ യുഗാന്ത്യ അസ്തിത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മകനായി തീരുക എന്നുള്ളതാണ്. അപ്പോ ആത്യന്തികമായിട്ട് മൊത്തമായിട്ട് നമ്മൾ സംഗ്രഹിച്ചാൽ നമുക്ക് മനസ്സിലാകും, അബ്രഹാത്തിന്റെ മനുഷ്യ ദർശനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനായി തീരാനായിട്ടുള്ള ഒരു മനുഷ്യ ദർശനമാണ്. അത് സൃഷ്ടിയിലെ ആരംഭിച്ചു. പാപത്താൽ പർദീസ നഷ്ടപ്പെട്ടപ്പോൾ ഈ പുത്രത്വം നഷ്ടപ്പെട്ടു. എന്നാൽ ഈ പുത്രത്വം തിരികെ തരാൻ വേണ്ടി ഈശോ മിശിഹ മനുഷ്യ ശരീരം എടുത്ത് ഈ ഭൂമിയിൽ ആഗതരാകുന്നു. അങ്ങനെ ഈ ക്യാനായെ, ഭൗമിക ക്യാനായെ തിരികെ സ്വർഗീയ ക്യാനയിലേക്ക് പ്രവേശിക്കാൻ ഒരു മുൻകൂർ ജാമ്യം, അല്ലെ ഒരു മുൻകൂർ രക്ഷയ്ക്ക് ഈ വരാൻ പോകുന്ന എല്ലാ മനുഷ്യർക്കും രക്ഷയിലേക്കുള്ള ഒരു വാതിൽ ഈശോ തുറന്നു തരികയാണ്. അങ്ങനെ ഈ സ്വർഗീയ ദൈവത്തിന്റെ, അല്ലെ ദൈവത്തിന്റെ മക്കളായി തീരുന്നതിലൂടെ നമ്മൾ വീണ്ടും ഈ ദൈവത്തോടൊപ്പമാകുന്ന ഒരു മനുഷ്യ ദർശനം, പുത്രത്വത്തിന്റെ മനുഷ്യ ദർശനമാണ് അബ്രഹാത്ത് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പുത്രത്വത്തിന്റെ മനുഷ്യ ദർശനം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ പേറാനായിട്ട് സാധിക്കണം. നമ്മൾ ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ അടിമയല്ല, ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട ആളല്ല, മറിച്ച് ദൈവത്തോടൊപ്പം സഹവസിക്കുക, ദൈവത്തിന്റെ വിശേഷണങ്ങളിലെ പങ്കുകാരാക്കപ്പെട്ട പുത്രന്മാരാണ് എന്നുള്ള ഒരു ചിന്ത കൂടുതൽ പ്രതീക്ഷയോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ അന്ന് തകർക്കപ്പെടുന്ന ദേവാലയങ്ങൾ, മനുഷ്യ ശരീരങ്ങളൊക്കെ തകർക്കപ്പെടുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, ഈ ശരീരമൊക്കെ ഇവിടെ തകർക്കപ്പെട്ടാലും ഇതിനപ്പുറമുള്ള ഒരു യുഗാന്ത്യ അസ്തിത്വമുണ്ട് എന്ന് ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം പ്രതീക്ഷ കൊടുക്കുകയാണ്. നിങ്ങളുടെ ദേവാലയങ്ങൾ തകർത്താലും സാരമില്ല, യഥാർത്ഥ ദേവാലയങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലാണ്, അത് തകർക്കാൻ ആർക്കും പറ്റത്തില്ല എന്നുള്ള ചിന്ത അദ്ദേഹം നൽകി. ഇങ്ങനെ ഒരു പ്രതീക്ഷയുടെ ദൈവശാസ്ത്ര മനുഷ്യ വിജ്ഞാനീയമാണ് അബ്രഹാത്ത് തന്റെ ഈ രചനകളിലൂടെ എല്ലാം നിർവഹിച്ചു. ഈ പുത്രത്വത്തിന്റെ മനുഷ്യ ദർശനമാണ് അബ്രഹാത്തിന്റെ ദൈവശാസ്ത്ര മനുഷ്യ വിജ്ഞാനീയത്തിന്റെ കാമ്പ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് എനിക്ക് ഈ മനുഷ്യ ദർശനത്തിൻ്റെതായിട്ട് രീതിയിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടുള്ളത്. ഇനി എന്താ, ഞാൻ ഇച്ചിരി പറഞ്ഞതിൽ നിന്നും നേരത്തെ നിർത്തി, ഇതാണ് കൂടുതൽ ഇതിനകത്ത് പറയാൻ. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. അച്ഛന പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോട്ടിലുണ്ടല്ലോ അല്ലേ അച്ഛാ? നോട്ട് വായിക്കാൻ പറ്റില്ല. നോട്ട് വായിച്ചു കഴിഞ്ഞിട്ട് അച്ഛന്റെ ഇത് റെക്കോർഡ് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ നന്നായി ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അച്ഛാ, നമ്മള് അതിന്റെ റോബോ ഗ്ലോറി മഹത്വത്തിന്റെ വസ്ത്രം പറഞ്ഞതില്ലേ, അതിലൊരു 6 സീൻസ് അച്ഛൻ പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ പറയാം. അതായത് മഹത്വത്തിന്റെ വസ്ത്രം എന്നുള്ള ഒരു രൂപകം സാധാരണഗതിയിൽ സുറിയാനി സഭാപിതാക്കന്മാർ ഉപയോഗിക്കുന്നത് രക്ഷയുടെ ദൈവശാസ്ത്രത്തെ, സൊറ്റീരിയോളജി, രക്ഷയുടെ ദൈവശാസ്ത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് ഉപോത്ബലകമായിട്ടല്ല, ആധാരമായിട്ട് നിലകൊള്ളുന്ന സുവിശേഷ ഭാഗം, സുവിശേഷമല്ല, ബൈബിൾ ഭാഗം എന്ന് പറയുന്ന ഉൽപ്പത്തിയുടെ പുസ്തകമാണ്. അതായത്
ആദി മാതാപിതാക്കള് ആദി പാപത്തിന് ശേഷം നഗ്നരായി എന്ന് കണ്ട് ദൈവം അവർക്ക് ഉടയാട നൽകി എന്നുള്ള ആ വാക്ക്. അപ്പൊ ദൈവം എന്തിനാണ് അപ്പൊ ഉടയാട നൽകിയത്? ആ ഉടയാട എന്നുള്ള ഒരു വാക്കിനെ എടുത്തുകൊണ്ടാണ് അവർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സീൻ നമ്പർ 1 എന്ന് പറയുന്നത്, ഒന്നാമത്തെ സീൻ എന്ന് പറയുന്നത് ആദി പാപത്തിന് മുമ്പ് ആദി മാതാപിതാക്കൾ മഹത്വത്തിന്റെ വസ്ത്രത്താൽ അലങ്കൃതരായിരുന്നു. അതാണ് ഒന്നാമത്തെ ഒരു സീൻ. രണ്ടാമത്തെ ഒരു സീൻ എന്ന് പറയുന്നത് ആദി പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ മഹത്വത്തിന്റെ വസ്ത്രം നഷ്ടമായി. സീൻ നമ്പർ 3, ഈ നഷ്ടമായ മഹത്വത്തിന്റെ വസ്ത്രം തിരികെ നൽകാനായിട്ട് ഈശോ മാംസം ഉടുക്കുന്നു, ധരിക്കുക അല്ലെ, അതാണല്ലോ ആ ഇമേജറി, മാംസം ഉടുക്കുന്നു. സീൻ നമ്പർ 4, ഈ ഉടുത്ത വസ്ത്രം, മഹത്വത്തിന്റെ വസ്ത്രം എല്ലാവർക്കും സംലഭ്യമാക്കാനായിട്ട് ഈശോ മാമോദീസയുടെ അവസരത്തില് വെള്ളത്തിന്റെ മേല് നിക്ഷേപിക്കുക. സീൻ നമ്പർ 5, ഇന്ന് മാമോദീസ സ്വീകരിക്കുന്ന ഏത് കുഞ്ഞും വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ ഈ മഹത്വത്തിന്റെ വസ്ത്രവും ധരിച്ചുകൊണ്ടാണ് കരയേറുന്നത്. സീൻ നമ്പർ 6, ഒരുവൻ ഈ മഹത്വത്തിന്റെ വസ്ത്രം കറ പുരളാതെ സൂക്ഷിച്ചാൽ സ്വർഗവും കറ പുരണ്ടാൽ നരകവും ലഭിക്കുന്നു. ഇതാണ് ഈ രക്ഷയുടെ ദൈവശാസ്ത്രം. അതുകൊണ്ടാണല്ലോ നമ്മുടെ കുരിശിന്റെ വഴി നമ്മൾ ഈ ദിവസങ്ങളൊക്കെ അല്ലെ, മാമോദീസ കൈക്കൊണ്ടപ്പോൾ ഞങ്ങൾക്കു നീ തന്ന വെള്ളവസ്ത്രം എന്നുള്ള മനോഹരമായ ഗീതം നമ്മൾ കേൾക്കുന്നത്. ഈ മഹത്വം അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ മാമോദീസയുടെ അവസരത്തിൽ കുഞ്ഞുങ്ങൾക്ക് വെള്ള വസ്ത്രം നൽകുന്നതിന്റെയൊക്കെ ആ ഒരു ആ ദൈവശാസ്ത്ര ചിന്ത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. താങ്ക് യു അച്ഛൻ. ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു? നിങ്ങൾ ക്ലിയർ ആയിരുന്നു? ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ നോട്ടൊന്ന് വായിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമായിരുന്നു. കാരണം ഈ ഒരു ദൈവശാസ്ത്ര ഇംഗ്ലീഷ് കാര്യത്തെ നമ്മൾ പ്രത്യേകിച്ച് മലയാളത്തിലേക്ക് ഇങ്ങനെ പരാവർത്തനം ചെയ്യുമ്പോൾ, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില എല്ലാ വാക്കുകൾക്കും നമുക്ക് ഒരു തത്തുല്യമായ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം ചിലപ്പോൾ പാടുവരും. ഇനിയും ആർക്കെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ആർക്കെങ്കിലും നമ്മൾ ഇച്ചിരി ആൾ കുറവാണെങ്കിലും നമ്മൾ ഇത് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അതിനുശേഷം ഒത്തിരി പേര് കാണുന്നുണ്ട്. 500 പേരോളം നമ്മളെ വ്യൂവേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതിനുശേഷം നോട്ട് തരുന്നവരുണ്ട്. അങ്ങനെ ഞങ്ങളൊരു അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് കുഴപ്പമില്ല അച്ഛാ. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇനി ചോദിക്കാം കേട്ടോ. ജോബിച്ചാ, ഈ നോട്ടുകള് ഒരു കുറച്ചുകൂടെ നേരത്തെ തരാൻ പറ്റുമോ അച്ഛാ? നമ്മള് അച്ഛന്മാരോട് പറയുന്നുണ്ട്. അവര് മിക്കവാറും എല്ലാരും തന്നെ അച്ഛൻ എന്നോട് നേരത്തെ പറയുന്ന കേട്ടോ. അച്ഛൻ എന്നോട് നേരത്തെ പറഞ്ഞു, ഞാൻ ഈ പിള്ളേരുടെ എക്സാമിന് തിരക്കായിട്ട് ഞാൻ എനിക്ക് ഈ മലയാളം അടിക്കാൻ അറിയാത്തതുകൊണ്ട് DTP സെന്ററിൽ പോയി അടിപ്പിക്കാൻ കൊടുത്ത് അവരൊന്ന് പ്രൂഫ് വരുന്നു, വീണ്ടും നോക്കി. ഇങ്ങനെ താമസിക്കുന്നതാണ് ഇവിടെ പരീക്ഷ. അച്ഛൻ നേരത്തെ എന്നോട് പറഞ്ഞിരുന്ന കേട്ടോ. അച്ഛനകത്ത് കുഴപ്പമില്ല. എല്ലാവരുടെയും നമ്മുടെ ഏതാണ്ട് ഈ സമയമൊക്കെ ആകുമ്പോഴാണ് കിട്ടുന്നത്. അച്ഛാ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഓക്കെ. ഈ അച്ഛൻ്റെ നോട്ടിൽ എങ്ങനെ ഞാൻ പെട്ടെന്ന് പോയപ്പം മനുഷ്യന്റെ യുഗാന്ത്യ അസ്തിത്വം അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. ആദത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട് പർദീസയിൽ ആവാസം തുടങ്ങിയതുമാണ് മനുഷ്യന്റെ പൂർവാസ്തിത്വം. മനുഷ്യന്റെ പൂർവാസ്തിത്വം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആദത്തിന്റെ അത് ആദം എന്നുള്ള വാക്ക് ഇവിടെ മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് മാത്രമല്ല, അതാണ് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആദത്തിന്റെ പൂർവാസ്തിത്വം എന്നുള്ളതാണ്. ആദം മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്നതാണ് ആദം എന്നുള്ള വാക്ക്. മനുഷ്യവംശത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ മനസ്സിൽ വസിച്ച ആ പൂർവാസ്തിത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ പർദീസാവാസത്തെ കുറിച്ച്. പർദീസ എന്നേക്കുമായിട്ട് നമുക്ക് നഷ്ടമാണ്. ഇനി നമുക്ക് എന്താണ്? യുഗാന്ത്യ അസ്തിത്വം, സ്വർഗീയ അസ്തിത്വമാണ്. പർദീസയേക്കാൾ സുന്ദരമായ അല്ലെ സ്വർഗീയമായ അസ്തിത്വമാണ് നമുക്കായിട്ട് കാത്തിരിക്കുന്നത്. അപ്പം പർദീസ നഷ്ടപ്പെട്ട് ഭൗമിക അസ്തിത്വത്തിലേക്ക് പർദീസ നഷ്ടപ്പെട്ട് നമ്മൾ ഭൗമിക കാനായിലേക്ക് ആക്കപ്പെട്ടു എന്നാണ് അപ്രകാത്ത് പറയുന്നത്.
അതായത് ഈ ചരിത്രത്തിലും സമയത്തിലും വസിക്കാനായിട്ട് കാരണമായത് ഈ ആദി ഭാവമായിരുന്നു എന്നുള്ളതാണ് അബ്രഹാത്തിന്റെയൊക്കെ. അത് പറുദീസയിൽ പുറത്താക്കി. ഇനി എങ്ങോട്ട് പുറത്താക്കി അല്ലെ? അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, എങ്ങോട്ടേക്ക് അവരെല്ലാം പുറത്താക്കി? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ സുറിയാനി സഭാപിതാക്കന്മാരും അവര് നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു അധിവാസത്തെയാണ് അവരതിലേക്ക് സൂചിപ്പിക്കുന്നത്. അല്ല, ചരിത്രത്തിൽ ശരിക്കും ദൈവം ഭൂമി സൃഷ്ടിച്ച് ഭൂമിയിൽ തന്നെ അപ്പൊ പർദീസ അതിനൊരു പർദീസവാസമായിരുന്നു. ആ മഹത്വത്തിന്റെ അവസ്ഥ നമുക്ക് നഷ്ടമായി കാലത്തിലും സമയത്തിലും. മറ്റേത് കാലവും സമയവും ഇല്ലാത്തൊരവസ്ഥയാണല്ലോ. അപ്പൊ കാലത്തിന്റെയും സമയത്തിന്റെ അവസ്ഥയിലേക്ക് ആക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിനെ നമ്മളിപ്പം മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ഭൗമിക അസ്തിത്വം എന്നല്ലേ നമുക്ക് പറയാം, അല്ലെ? കാലത്തിലും സമയത്തിലേക്കും അതായത് ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നമ്മളെ ആദ്യ ഭാഗത്ത് രണ്ട് പുത്രത്വത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതെന്ന് പറഞ്ഞാല് നമ്മുടെ ദൈവം ആദത്തെ മനസ്സിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാലോ, അത് ഒരു ഗ്രീക്ക് ചിന്ത, നമ്മൾ ലോഗോസ് എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ. ദൈവം ഈ ഭൂമിയിലേക്ക് ഈശോ മിശിഹ വരുന്നതിന് മുമ്പുള്ള അസ്തിത്വം, അതായത് ചരിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഈശോയുടെ അസ്തിത്വത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണല്ലോ ഈ ലോഗോസ്. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ ശ്ലീഹ പറയാം വചനം എന്നുള്ള ലോഗോസ് എന്നുള്ള വാക്ക്. അപ്പോൾ ലോഗോസ് എന്നുള്ള പദം ഒന്നും അബ്രഹാത്ത് ഉപയോഗിക്കുന്നില്ല ആ ഗ്രീക്ക് പോലെ. എങ്കിലും ഈ രക്ഷകനായ ഈശോ മിശിഹായെ കൂടെ സൂചിപ്പിക്കത്തക്ക രീതിയിലാണ് ഈ ദൈവത്തിന്റെ മനസ്സിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, അല്ലെ ആദത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈശോ മിശിഹ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു? അന്നത്തെ മനുഷ്യർ ഇങ്ങനെ ചോദിക്കുകയാണല്ലോ, നമ്മുടെ മനുഷ്യരെല്ലാവരും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു? അപ്പൊ ആ ഒരു ഈശോയുടെ പ്രീ എക്സിസ്റ്റൻസിനും കൂടെ സൂചിപ്പിക്കത്തക്ക രീതിയിലാണ് ഈശോ മിശിഹ ദൈവ സ്വഭാവത്തിൽ ഒന്നായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഭൂമിയിലാക്കപ്പെടുന്നതിന് മുമ്പ് ഈശോ എവിടെയായിരുന്നു? ഈ മനുഷ്യാവതാരത്തിന് മുമ്പ് എവിടെയായിരുന്നു എന്നുള്ള ആ ചിന്ത സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരേ സമയം ആദത്തിന്റെ അസ്തിത്വമായിട്ടും ഈശോ രണ്ടാമത്തെ ആദമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈശോ മിശിഹയുടെ പ്രീ എക്സിസ്റ്റൻസും അത് ആദത്തിന്റെ പൂർവാസ്തിത്വം, ഇത് രണ്ടും ആ സൺ ഓഫ് ഗോഡ് എന്നുള്ള വാക്കിന്റെ ഉള്ളിൽ, അല്ലെ പൂർവാസ്തിത്വം എന്നുള്ള വാക്കിനുള്ളിൽ അബ്രഹാത്ത് ഇങ്ങനെ ഒളിപ്പിക്കുകയാണ്. അതിനാണ് ധ്വനി എന്ന് പറയുന്നത്. നുവാൻസ് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ നമ്മൾ നുവാൻസ്, ധ്വനിയാണ്, അർത്ഥധ്വനി. ദൈവശാസ്ത്രമൊക്കെ ഡെവലപ്ഡ് ആകുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ്. അപ്പൊ അന്നെന്നൊക്കെ പറഞ്ഞ 4th സെഞ്ചുറിയാണ്. അപ്പൊ പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് രൂപപ്പെടുന്നില്ല. അപ്പൊ ഈ സഭാപിതാക്കന്മാരൊക്കെ ഇങ്ങനെ ബൈബിൾ എടുക്കുന്നു, അവർക്കുണ്ടാകുന്ന ചോദ്യങ്ങളെ വെച്ചുകൊണ്ട് അവർ ചില ഇമേജറികൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് ഉത്തരം. പക്ഷെ ഇന്ന് ചിലപ്പോൾ നമ്മൾ ഈ ദൈവശാസ്ത്രത്തിന്റെ ഓരോന്ന് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും ചിലപ്പോൾ കൃത്യമായ ഉത്തരം, സഭയുടെ പല പഠനങ്ങളോടൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് ഇപ്പൊ നമ്മളെ സ്വന്തം തനത് വിധിയുണ്ട്, പക്ഷെ അബ്രഹാത്തിനെ സംബന്ധിച്ചിടത്തോളം തനത് വിധിയില്ല. ആത്മാവും ശരീരവും ഒരുമിച്ച് കല്ലറയിൽ കിടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ദൈവശാസ്ത്രത്തിൽ എന്താണ്? മരണത്തോടുകൂടി ആത്മാവ് വേർവിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ദൈവശാസ്ത്രത്തിന്റെ മാനദണ്ഡം വെച്ചുകൊണ്ട് നമ്മൾ ഇവരെ ഒന്നും അളക്കരുത്. അങ്ങനെ അളന്നു കഴിഞ്ഞാൽ പലതിനും നമുക്ക് ഉത്തരം കിട്ടുകയില്ല. മറിച്ച് അവരായിരുന്ന ആ കാലഘട്ടത്തെ വെച്ചുകൊണ്ടും അവരുടെ ആ ദൈവശാസ്ത്ര രീതിയും ചിന്തകളെ വെച്ചുകൊണ്ടും വേണം നമ്മൾ ഈ സഭാപിതാക്കന്മാരെ എല്ലാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അല്ല ഇന്നത്തെ ഡെവലപ്ഡ് ആയിട്ടുള്ള തിയോളജി വെച്ചുകൊണ്ട് അവരെ അളന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ഉത്തരം കിട്ടത്തില്ല. ചില കാര്യങ്ങൾ ഒത്തിരി പൊരുത്തക്കേടുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സ്വാഭാവികമായിട്ട് ആ പൊരുത്തക്കേടുകളുണ്ട് പല കാര്യങ്ങളും. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അബ്രഹാത്തിന്റെ 23 ഡെമോൺസ്ട്രേഷൻ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഒരേ സമയം പൊരുത്തക്കേടുകൾ ഒത്തിരി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ പറയുന്നു. ഇതിനെല്ലാം ഒന്ന് കൂട്ടിഘടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വ്യാഖ്യാതാവിനുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിന് സ്റ്റഡികൾ ഇപ്പോഴും പുരോഗമിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന സ്റ്റഡികൾ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നതേ ഉള്ളൂ.
ഇനിയും ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതുമായിട്ട് അച്ഛൻ നമ്മള് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മള് ഒരുപാട് ഈ കമന്ററീസ് വിശുദ്ധാനെ കുറിച്ച് ഒരുപാട് ഇതാകേണ്ടതല്ലോ. പക്ഷെ ഇപ്പൊ അതൊക്കെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പൊ ഈ കാലഘട്ടത്തിൽ അത് സംഭവിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ഈ വ്യാഖ്യാനങ്ങളും ഇതുപോലെ അന്നത്തെ സഭാപിതാക്കന്മാരുടെ പോലുള്ളത് അത് കടന്നുള്ള നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഹോമിലീസും ഒക്കെ അതുപോലെ വ്യാഖ്യാനങ്ങള്? അതെ അതെ, ചിലപ്പോഴൊക്കെ ചിലരുടെ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരാളുടെ മരണസമയത്ത് ആത്മാവും ശരീരവും ഒരുപോലെ കബറെടുത്ത് ഒരു സ്ലീപ്പ് സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് അപ്രകാത്വം പറയുന്നത്. അതായത് മനുഷ്യൻ ഒരു നിർജീവ അവസ്ഥയിലായിരിക്കും. ഇത്രയും നാൾ ഭൂമിയിലായിരിക്കുമ്പോൾ എന്തായിരുന്നു, മരണത്തിന് മുമ്പ് ആത്മാവ് എപ്പോഴും പ്രവർത്തന നിരതമായിരുന്നു. അതാണല്ലോ ബോഡിയുടെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം കാരണമാകുന്ന ആത്മാവിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണല്ലോ. എന്നാൽ മരണത്തോടുകൂടി ആത്മാവും ശരീരവും കല്ലറയിൽ തന്നെ ഒരു സുഷുപ്ത അവസ്ഥയിലാണ്, ഒരു സ്ലീപ്പിംഗ് സ്റ്റേജ് ആണ് എന്നാണ് ഈ അബ്രഹാത്തൊക്കെ പറയുന്നത്. ഈ സ്ലീപ്പിംഗ് സ്റ്റേജ് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റാണ്. പലപ്പോഴും നമ്മൾ ഇന്നും ചിലരൊക്കെ പ്രസംഗിക്കാറുണ്ട്, മരണശേഷം മനുഷ്യരെല്ലാം ഒരു മരണത്തിന്റെ അവസ്ഥയിലാണ്. ഇല്ല, മരണത്തിന് ശേഷം ഉടനെ തന്നെ എന്താണ്, വിധി നടക്കുകയാണ്, തനത് വിധി നടക്കുക. അതിനുശേഷം ഒരു സ്ലീപ്പിംഗ് സ്റ്റേറ്റ് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില സഭാപിതാക്കന്മാരുടെ ചിന്തകളുടെ നവീന വ്യാഖ്യാനങ്ങള് ചേട്ടൻ പറഞ്ഞ പോലെ ഇന്നും ചിലവരുടെയൊക്കെ പ്രസംഗങ്ങളിലും ഒക്കെ കടന്നു വരാം. പേര് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെയുള്ള വാദക്കാരുടെ പേര് അച്ഛന്മാർക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇൻട്രസ്റ്റ് പെട്ടെന്ന് എന്റെ മനസ്സിലാ പേര് കിട്ടുന്നില്ല. ഇങ്ങനെ ഈ മരണത്തിന് ശേഷം ഇപ്പോഴും ഉറക്കമാണ് ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഒരു ഉറക്കത്തിന്റെ സ്റ്റേറ്റ് ഉണ്ട്. അതിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇല്ല. നമുക്ക് മരണത്തിന് ശേഷം ഉടനെ തന്നെ തനത് വിധിയാണ്. ആ തനത് വിധിയില് സ്വർഗമാണോ നരകമാണോ ശുചീകരണ സ്ഥലമാണോ ഉടനെ തന്നെ തീരുമാനിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു, അതായത് ഇപ്പോൾ രണ്ടാമത്തെ ആഗമനം വരെ മനുഷ്യരെല്ലാം ഉറങ്ങുകയാണ്, മരിക്കപ്പെട്ടവർ. അങ്ങനെ ഒരു ചിന്ത ഈ ഇങ്ങനെയുള്ള ചില സഭാപിതാക്കന്മാരുടെ ഒരു നവീന വ്യാഖ്യാനങ്ങൾ ചിലപ്പോഴൊക്കെ ഇന്നും കടന്നു വരുന്നത്. പറഞ്ഞു ശരിയാണ്, ചിലരൊക്കെ ഇങ്ങനെ അതിനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട് തെറ്റായി. സ്ലീപ്പ് ഓഫ് ദ സോൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒരു പേഗൻ ചിന്തയാണ്, അതൊരു പേഗൻ ചിന്ത. മരണത്തിന് ശേഷം ഈശ്വര രണ്ടാമത്തെ ആഗമനം വരെ ഇതിനെ എടുത്തിട്ട് ആൾക്കാർ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. മരണത്തിന് ശേഷം ഈശ്വര രണ്ടാമത്തെ ആഗമനം വരെ മനുഷ്യരെല്ലാം ഉറക്കമാണ് എന്നുള്ള ഒരു സ്ലീപ്പിംഗ് സ്റ്റേറ്റിലാണ്. കാരണം മരണത്തിന് ശേഷം എന്താണെന്നുള്ള ചോദ്യം വന്നപ്പോൾ ഒരു സ്ലീപ്പിംഗ് സ്റ്റേറ്റിലാണ് ഒരു ചിന്ത. അതിനെയൊക്കെ ശക്തമായിട്ട് നമ്മുടെ വെനഡിക്തനാറാമൻ മാർപ്പാപ്പയൊക്കെ തങ്ങളുടെ രചനകളിലൂടെ എസ്കറ്റോളജിയിലൂടെ ഒക്കെ അതിനെ എതിർക്കുന്നു. അതിന്റെ നവീന ഭാവങ്ങളും രൂപങ്ങളും ഇന്ന് പല സെക്റ്റുകളും അവരുടെ ചിന്തകളിലും ചിലപ്പോൾ ചില ആൾക്കാരുടെ പ്രസംഗങ്ങളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട്. പക്ഷെ അച്ഛാ നമ്മൾ പഠിച്ചിരിക്കുന്നത് രണ്ടാമത്തെ അന്തിമവിധി ഉണ്ടാവുന്നാണല്ലോ. അപ്പൊ അന്ന് ക്രിസ്തു വരുന്ന എന്താണ് സംഭവിക്കുന്നത്? അപ്പം മരിച്ചവർ കല്ലറകളിൽ നിന്ന് ഉയർക്കപ്പെടുകയും അന്ത്യവിധി ഉണ്ടാവുകയും ചെയ്യുമെന്നാണല്ലോ നമ്മൾ പഠി. അപ്പൊ അതിൽ നിന്നൊരു മാറ്റമാണോ അപ്പൊ അച്ഛനീ പറയുന്നത്? അല്ല, അതിൽ നിന്ന് മാറ്റമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചില സഭാപിതാക്കന്മാരുടെ ഇങ്ങനെയുള്ള അന്നത്തെ കാലഘട്ടത്തിലെ ഈ ഒരു വ്യാഖ്യാനത്തെയൊക്കെ ഇന്നും എടുത്തിട്ട് ചില ദുർവ്യാഖ്യാനിക്കൽ. നമ്മളെ സംബന്ധിച്ചോളം കത്തോലിക്ക സഭയുടെ പഠനം നമുക്കറിയാം. മനുഷ്യന്റെ മരണശേഷം തനത് വിധി, അതിനുശേഷം ഒരു പൊതുവിധിയുണ്ട്. അതാണ് നമ്മുടെ സഭയുടെ പഠനം. പക്ഷെ ഈ പഠനത്തെയൊക്കെ ശരിയായിട്ട് മനസ്സിലാക്കാതെ ദുർവ്യാഖ്യാനിക്കാറുണ്ട് എന്നേ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? മറ്റേ ചോദ്യങ്ങളൊന്നും ആർക്കില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തട്ടാശ്ശേരി അച്ഛനെ നമ്മൾ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ വളരെ തിരക്കുകളുള്ള ആളാണ്, കാരണം സെമിനാരിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ബ്രദേഴ്സിന്റെ ഈ ദിവസങ്ങളിലെല്ലാം അവർക്ക് പരീക്ഷയും അങ്ങനെ അവരുടെ ഒരു വർഷത്തിന്റെ ക്ലോസിംഗ് ടൈം ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ വളരെ തിരക്കായിരുന്നു. എന്നാലും പറഞ്ഞപ്പോൾ തന്നെ അച്ഛന് ഞാൻ കഴിഞ്ഞ മാസമായിരുന്നു ഇട്ടിരുന്നത്. അച്ഛന് പിന്നെ സമയമൊക്കെ ഒന്ന് മാറ്റി ചോദിച്ചപ്പോൾ നമ്മൾ മാറ്റി അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ അച്ഛനെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. അച്ഛൻ്റെ ക്ലാസ്സിൽ ഞാനും ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ ലൈസൻസ് ഷീറ്റ് പഠിച്ചപ്പം
അച്ഛൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛനുമായിട്ട് നേരത്തെ പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് അച്ഛൻ നന്ദി പറയാം. നമ്മുടെ തിയോളജി ക്ലാസ്സിൻ്റെ 18 ക്ലാസ്സുകളാണ് നമുക്ക് ക്ലാസ്സുകളായിട്ടും, പിന്നെ 6 ക്ലാസ്സുകൾ സുറിയാനിയുടെയാണ്. സുറിയാനിയുടെ ക്ലാസ്സുകളിലും ഒത്തിരി പേര് വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ നന്നായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ നമ്മുടെ 14ാമത്തെ ക്ലാസ്സാണ്. നമുക്ക് 4 ക്ലാസ്സും കൂടിയാണ് അവശേഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് എടുക്കാനായിട്ട് അച്ഛൻ കാണിച്ച വലിയ സന്മനസ്സിന് ഏറെ സ്നേഹത്തോടെ നമ്മൾ നന്ദി അർപ്പിക്കുന്നു. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കുരിശായിരിക്കും സ്തുതി. ഓക്കെ അച്ഛാ, താങ്ക് യു അച്ഛാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.